Hi everyone, a very warm good morning to all of you. Welcome to day 3 of Media Routine Season 4. Welcome to the final day of our Media Routine Season 4. അപ്പോൾ ഈ 3 ദിവസം ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഇന്നാണ് നമ്മുടെ ഫൈനൽ ഡേ. ആ ഒരു എനർജിയും വൈബ്രേഷനും ഇല്ല എല്ലാവർക്കും. നിങ്ങൾ എത്രത്തോളം എനർജിയിലും വൈബ്രേഷനിലും ഇരിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഇവിടുന്ന് അത്രത്തോളം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ എനർജി ആൻഡ് വൈബ്രേഷൻ ആണ് മാറ്റേഴ്സ് അല്ലെ? അപ്പൊ നിങ്ങൾ നല്ല എനർജിയിലും വൈബ്രേഷനിലും ഇരിക്കുക. ഇന്ന് ആദ്യമായിട്ട് മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എനിവൺ? ഈ 3 ദിവസവും ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? യെസ്, റംഷിദ് ആദ്യമായിട്ടാണ്. ഹൻസിയ. ഓക്കെ. 3 ദിവസവും ഇതിൽ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഹർഷിത, മുബഷിറ. ഓക്കെ. എനിക്ക് ആരെയും കാണാൻ സാധിക്കുന്നില്ല. ഞാൻ ആകെ ഹർഷിതനെ മാത്രമേ കാണുന്നുള്ളൂ ഇവിടെ. ബാക്കി ആരില്ല. എവിടെ എല്ലാവരുടെ വൈബ്രേഷൻ ഒക്കെ? നിങ്ങൾ ഇത്രയും എഫേർട്ട് ഇട്ട് ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭംഗിയുള്ള മുഖം കണ്ടൂടെ നിങ്ങൾക്ക്? ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ, ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയ ഒരു പൊസിഷനിൽ ഇരിക്കുക. ജസ്റ്റ് ഫാത്തിമ മാം പറയുന്നത് എന്താണോ അത് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുക. ഓക്കെ. അപ്പോ നമുക്ക് വെൽക്കം ചെയ്താലോ ഫാത്തിമ മഹ്മൂദ്. So I am welcoming our beloved meditation expert Fatima Mahmood to lead the session. Over to you, Fatima. Hi dears, good morning. So welcome to the final day of this season. അപ്പം കുറച്ച് പേര് ആദ്യമായിട്ട് ജോയിൻ ചെയ്തവരുണ്ട്, എല്ലാ ദിവസവും ജോയിൻ ചെയ്യുന്നവരുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച് ഷെത ഫോർ ദി ഇൻട്രൊഡക്ഷൻ. സോ ലെറ്റ്സ് ബിഗിൻ, റൈറ്റ്? അപ്പം ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് അധികം കൺഫ്യൂഷൻസും കാര്യങ്ങളും ഇല്ലാന്ന് വിചാരിക്കണം. ജസ്റ്റ് എ മൊമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ മെഡിറ്റേഷൻ ബിഗിൻ ചെയ്താലോ? ആഫ്റ്റർ ദാറ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പൊ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ 2 ദിവസത്തെ റെക്കോർഡിങ്സ് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ ദിവസത്തിന്റെ റെക്കോർഡിങ്സ് ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തേത് നമ്മൾ ഇന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇന്ന് ജോയിൻ ചെയ്യാത്തവർക്ക് ഇന്നത്തെ ലിങ്കും കാര്യങ്ങളും അല്ലെങ്കിൽ റെക്കോർഡിങ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവാൻ നാളെ ആയിരിക്കും. അപ്പം എന്ത് ചെയ്യാ, റെക്കോർഡിങ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണുക. ലാസ്റ്റ് 2 ദിവസം നമ്മൾ വളരെ ഡീപ്പായിട്ടാണ് പോയത്. വളരെ ഡീപ്പ് മീൻസ് ഇതുവരെ നമ്മൾ മെഡി റൂട്ടീൻ ഇങ്ങനെ ഫ്രീ വെബിനാറിൽ ഇത്രയും സീരിയസ് ആയിട്ട് കാര്യങ്ങളൊന്നും ഇത്ര ടൈം എടുത്ത് സംസാരിച്ചിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതാരും മിസ് ഔട്ട് ചെയ്യരുത്. പ്രേയറിനെ പറ്റിയിട്ടും നമ്മൾ അതിന്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടും ഡിവൈൻ ലവ് അങ്ങനെയുള്ള ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് എന്താവുമെന്ന് നമുക്ക് വെറുതെ ഒന്ന് കണ്ടറിയാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, എല്ലാരും നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. നല്ലൊരു പ്യുവർ ഇന്റൻഷൻ ഓൾറെഡി കീപ്പ് ചെയ്ത് വെക്കാം. ഈ ഇന്റൻഷൻ കീപ്പ് ചെയ്യുന്നത് സമയത്ത് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യാം, നിങ്ങളുടെ ഹൊറിസോൺ, നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ കപ്പാസിറ്റി അത് കുറച്ചും കൂടി വൈഡ് ആക്കി ഓപ്പൺ ചെയ്യുന്നതായിട്ടും ഓപ്പൺ ചെയ്യാൻ വേണ്ടി ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കൂടുതൽ വഴികളും ക്ലാരിറ്റീസും അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ ആ ഒരു അബണ്ടൻസിന്റെ ഹൊറിസോൺ യു ആർ റെഡി ടു റിസീവ് ആൻഡ് ആ ഒരു കാര്യത്തിലേക്ക് എന്ത് ചെയ്യാം, ഇന്റൻഷൻ അതും കൂടി ഒന്ന് നിങ്ങളുടെ ഇന്റൻഷന്റെ ഭാഗങ്ങളായിട്ട് വെക്കാം. ഈ ഇന്റൻഷൻ വെക്കുമ്പോൾ അത് ശരിയാവാൻ വേണ്ടി ഇത് ശരിയാവാൻ വേണ്ടിയിട്ട് എന്നുള്ളതൊന്നും വെക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇങ്ങനെയുള്ള കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഈ ഹൊറിസോൺസ് കുറച്ചും കൂടി വൈഡ് ആക്കാൻ അങ്ങനെയുള്ളതൊക്കെ വെച്ചോ. അല്ലാതെ എന്റെ ഈ ഒരു ഇത് കാര്യങ്ങൾ ശരിയാവാൻ അങ്ങനെയുള്ളതൊന്നും വെക്കാതെ, കണ്ടീഷൻസ് ഒന്നും വെക്കാതെ ജസ്റ്റ് എന്താ വരുന്നത് അതിനൊക്കെ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഞാൻ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപടി ഒരു മേലോട്ടേക്ക് എനിക്ക് ഫീഡ് ചെയ്ത് തരാൻ പറ്റും. അപ്പൊ ഐ ഹോപ്പ് എവറി വൺ ഈസ് കംപ്ലീറ്റ് ആ ഒരു പക്ക സാധനത്തിലാണ് ഇരിക്കണേ. ഓക്കെ, റെഡിയാണോ? എവിടെ നിങ്ങളുടെ റെഡിനെസ് കാര്യങ്ങളൊക്കെ? സാധാരണ ചാറ്റ് ബോക്സ് ഇട്ട് പൊട്ടിക്കലാണല്ലോ. എവിടെ? പെർഫെക്റ്റ്. ഓക്കെ, ഒരാളെ ഉള്ളൂ റെഡി ആയിട്ട്. നിങ്ങളുടെ ലാസ്റ്റ് ദിവസമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക്
എത്രത്തോളം കാര്യങ്ങള് എന്ത് ചെയ്യാൻ പറ്റണം, അത്രയും സറണ്ടേർഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഫൈൻ 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 ഫൈൻ. സോ ബിഫോർ ദാറ്റ്, മെഡിറ്റേഷനിൽ കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കംഫർട്ടബിൾ ആയിരിക്കും. കിടന്നുകൊണ്ടാരും മെഡിറ്റേഷനിൽ ചെയ്യാൻ പാടില്ല. കയ്യിലുള്ള മൊബൈൽ ഫോൺ മറ്റെന്തെങ്കിലുമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഫ്രീ ആയിരിക്കാം. കണ്ണുകൾ അടക്കുന്നതിന് മുമ്പായി കണ്ണുകൾ തുറന്ന് തന്നെ ഒന്ന് റിലാക്സ് ആയിരിക്കാം. ബോഡിയും മൈൻഡും എല്ലാത്തിനെയും ഒന്ന് ഓക്കെ ടു എക്സ്പീരിയൻസ് എ മെഡിറ്റേഷൻ എന്നുള്ള ഒരു കമാൻഡ് നിങ്ങൾക്ക് തന്നെ ഒന്ന് മെന്റലി ആൻഡ് ഫിസിക്കലി ഒന്ന് പ്രിപ്പയർഡ് ആവാം. കണ്ണാലടക്കാതെ തന്നെ okay, now you can slowly close your eyes. Focus on your breath. ഓരോ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുന്നതും നന്നായി ഫീൽ ചെയ്യാം. റിലാക്സ്. നന്നായി ഓരോ ശ്വാസത്തെയും ഫീൽ ചെയ്യാം. ടേക്ക് യുവർ ടൈം. കോൺഷ്യസ്ലി തന്നെ നിങ്ങളുടെ ഓരോ ശ്വാസവും ഒരു മീഡിയമായി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എടുത്ത് പുറത്തേക്ക് വിടാം. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോഴും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബോഡിയും നല്ല പോലെ റിലാക്സ് ആവുന്നുണ്ട്. ഫീൽ ഫ്രീ. മറ്റു ഭാരങ്ങളോ കാര്യങ്ങളോ ഡിസ്ട്രാക്ഷൻസോ ഒന്നും ഇല്ലാതെ തന്നെ can just sit and feel your breath with an empty mindset. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചിന്തകളോ ഡിസ്ട്രാക്ഷൻസോ എന്തെങ്കിലും നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണെങ്കിൽ ആ ചിന്തകളെല്ലാം അതിൻ്റെതായ വഴിക്ക് വിട്ട് you just be here, try to focus. My dear, you are going to expand your horizon today. So open to receive. Keep that readiness. അതുകൊണ്ട് തന്നെ നല്ല പോലെ ബ്രീത്തിലേക്ക് ഫോക്കസ് കൊടുക്കാം. ഇതിനോടൊപ്പം നിങ്ങൾ കണ്ണടച്ചതിന് ശേഷം കാണുന്ന ആ ഒരു ഡാർക്ക്നെസ്, ആ ഡാർക്ക്നെസ്സിന് നിങ്ങൾ ഓരോ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും ആ ഡാർക്ക്നെസ് വീണ്ടും 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 ഡാർക്കായി നിങ്ങൾ ഒരു എംപ്റ്റി സ്റ്റേറ്റിലേക്ക് റിലാക്സ് ആയി ഫ്രീ ആയി എത്തിച്ചേരുന്നു. ടേക്ക് ദിസ് മൊമെന്റ് ടു ഫീൽ വൺനെസ്. മറ്റൊന്നുമില്ലാതെ, മറ്റു ശബ്ദങ്ങളൊന്നുമില്ലാതെ, മറ്റാരുമില്ലാതെ ഫോക്കസ് ഓൺ യുവർ ബ്രീത്ത്. Be in that process. Just submit yourself, surrender yourself, because where there is silence, there is surrenderance. So, my dear, നിങ്ങളൊരു intention keep ചെയ്യുക. You are surrendering yourself here completely. You are submitting yourself here without any doubt, without any distractions, without any pain, without any conditions. Simply sit here. നിങ്ങളുടെ ജോലി, വരുമാനം, പദവികളെല്ലാം മാറ്റി വെച്ച് as a human, as a soul, we are connecting souls. So just be here as like you.
Very good. Now you're gonna mold your heart. ഇത്രയും കാലം നിങ്ങളുടെ ബ്രെയിനിനെയും ബോഡിനെയും എല്ലാത്തിനെയും മൗൾഡ് ചെയ്യുന്നത് അതിന്റെ തിരക്കിൽ നിന്നതിന്റെ ക്ഷീണത്തിൽ നിന്ന് ഇപ്പൊ നമ്മള് നമ്മുടെ ഹാർട്ടിനെ മൗൾഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ഒന്നുമല്ലാത്ത സ്റ്റേജിലാണ് ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് we can just go through your childhood. നിങ്ങളുടെ ചെറുപ്പത്തിലേക്ക് as a baby stage, you can go to the baby you. നിങ്ങൾക്ക് നിങ്ങള് ഒരു ബേബിയായി ഇരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒന്ന് ടൈം ട്രാവൽ ചെയ്യാം. ചെറിയ പ്രായത്തില് എല്ലാവരും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ണുകളുണ്ട്. That glowing eyes looking at you like a beautiful kid. നിങ്ങൾ എല്ലാവരും വളരെ ആശ്ചര്യത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും വാത്സല്യത്തോടു കൂടിയൊക്കെയാണ് എടുത്തു നടന്നിട്ടുള്ളത്. ഒരു ചെറിയ ബേബി ആയിരുന്ന സമയത്ത് ആ ബേബി സ്റ്റേറ്റിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം. വാട്ട് എവർ നിങ്ങളെ മൈൻഡ് ഓൾറെഡി എക്സ്പാൻഡഡ് ആണെങ്കിൽ ഒരു പടി മുന്നോട്ടേക്ക് കൂടി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഫോക്കസ് ദെയർ. ആ ഒരു കുട്ടിയുടെ മനസ്സിലേക്കും സ്റ്റേറ്റിലേക്കും അവസ്ഥയിലേക്കും കടത്തിവിടാൻ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ആ ബേബിയുടെ കണ്ണിലൂടെ മറ്റുള്ളവരെ എങ്ങനെ നോക്കുന്നു അതുപോലെ നിങ്ങൾക്ക് നിങ്ങളൊന്ന് നോക്കിക്കാണാം. എല്ലാവരെയും ഭയങ്കര ആശ്ചര്യത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും നിങ്ങളെ വാരിക്കുളരുന്നു, ഇഷ്ടപ്പെടുന്നു, ഉമ്മകൾ തരുന്നു. ആർക്കും നിങ്ങളെ നിലത്ത് പോലും വെക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാരും ഓരോ സമയത്ത് നിങ്ങൾ എടുത്തു നടക്കാനുള്ള ഓട്ടപ്പാച്ചിലാകും. At that moment, your mother, your loving mother, അത്രയും പെയിന് കാര്യങ്ങളൊക്കെ സഹിച്ച് നിങ്ങളെ പ്രസവിച്ചിട്ടുള്ള, നിങ്ങൾ ഈ ഭൂമിയുടെ വെളിച്ചം കാണിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ മദറിനെ ഒരു ബേബിയുടെ കണ്ണിലൂടെ ബേബി ആയി നിന്നുകൊണ്ട് ഒന്ന് കണ്ടോക്കാം. Your mother is doing so many things like ഉറക്കൊഴിഞ്ഞ് ഭക്ഷണം സ്കിപ്പ് ചെയ്ത് മറ്റുള്ളവരൊക്കെ പറയുന്നതൊക്കെ പലതും കേട്ട് പല വേദനകൾ സഹിച്ച് ജോലികളൊക്കെ മാറ്റിവെച്ച് നിങ്ങളൊന്ന് കരഞ്ഞ, നിങ്ങളൊന്ന് വിഷമിച്ച നിങ്ങളെ മാറോട് ചേർത്ത് വെക്കുന്ന നിങ്ങളുടെ ഉമ്മനെ ഒന്ന് ഫീൽ ചെയ്യാം, നിങ്ങളുടെ മദറിനെ ഒന്ന് ഫീൽ ചെയ്യാം. Take this moment. You are nothing here. നിങ്ങളുടെ മദർ, നിങ്ങളുടെ പാരന്റ് നിങ്ങളോട് എന്തൊക്കെ തെറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ, ഇനി ആ ഒരു പ്രായത്തിൽ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാറ്റർ അല്ല. ജസ്റ്റ് തിങ്ക് വൺ തിങ്. അവരാണ് ഈ ഭൂമിയുടെ വെളിച്ചം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അവര് ത്രൂ മാത്രമാണ് നിങ്ങൾ ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത്. അതിന്റെ കടപ്പാട് എത്ര നിങ്ങളോട് അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ കടപ്പാട്, അതിന്റെ തട്ട് താഴ്ന്ന് തന്നെ നിൽക്കും. സോ ഫീൽ യുവർ മദർ, യുവർ ഫാദർ. എത്ര ക്ഷീണിച്ചിട്ട് ജോലി തിരക്കിൽ നിന്ന് വന്നാലും നിങ്ങളുടെ ഫേസ് ഒന്ന് കാണുമ്പോൾ എല്ലാ ക്ഷീണവും മാറിപ്പോകും. അത്രമാത്രം ഗ്ലോയിങ് ആയിരുന്നു നിങ്ങൾ, അത്രമാത്രം ഷൈനിങ് ആയിരുന്നു നിങ്ങൾ, അത്രമാത്രം കാരിസ്മാറ്റിക് ആയിരുന്നു നിങ്ങൾ. നിങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് യു വർ നത്തിങ് ദെയർ. യു ആർ ഡിറക്ട്ലി ഫ്രം ദാറ്റ് വൺ ലൈറ്റ്, ദാറ്റ് വൺ സോഴ്സ്. അതിന്റെ എല്ലാ ബ്രൈറ്റ്നെസ്സും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഫീലോട് കൂടി തന്നെ
നിങ്ങൾക്ക് നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങളുടെ മദർ നിങ്ങളെ ഇപ്പോ ബെഡിൽ കിടന്നുകൊണ്ടിരുന്ന നിങ്ങളെ കൈകളിൽ ചേർത്ത് വെച്ച് നെഞ്ചോട് ചേർത്ത് നിങ്ങളൊന്ന് കരയുമ്പോൾ നിങ്ങൾക്ക് തട്ടിത്തന്ന് നിങ്ങളുടെ സങ്കടം മാറ്റിത്തരാൻ വേണ്ടി പാട്ടുപോലും പാടാൻ അറിയാത്ത ആ മദർ നിങ്ങൾക്ക് വേണ്ടി പാട്ടുപാടി തരുന്നു. ഡാൻസ് കളിക്കാൻ അറിയാത്ത മദർ നിങ്ങൾക്ക് വേണ്ടി ഡാൻസ് കളിക്കുന്നു. എത്ര ക്ഷണിച്ചു വന്നാലും മുഖത്ത് ചിരിച്ചുകൊണ്ട് നിങ്ങളോട് അപ്രോച്ച് ചെയ്യുന്നു. ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, അപ്പോഴായിരിക്കും നിങ്ങൾ എഴുന്നേക്കണം. എന്നിട്ടും ഒരു പരാതി പറയാതെ നിങ്ങൾ എടുത്ത് നോക്കി ചേർത്ത് വെച്ച your mother. Feel that mother's love. Don't take too much conditions. Just feel that love. How did she doing all this? Only one thing. Only one thing. She loves you. ആ സ്നേഹത്തൊന്ന് ഫീൽ ചെയ്യാം. വെരി ഗുഡ്. ഫൈൻ. ഈ മൊമെന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മദർ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് പാടിത്തരുന്ന താരാട്ട് പാട്ടിനുള്ള ലബീസിനൊക്കെ ഒന്ന് ഫീൽ ചെയ്യാം. ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് വേണ്ടി ഇല്ലാത്ത ശബ്ദം വെച്ച് പാട്ട് പാടി തരുന്നതും നിങ്ങളെ നോക്കുന്നതും നിങ്ങളെ പരിഗണിക്കുന്നതും അതൊന്ന് ഫീൽ ചെയ്യാം. ഒരു ജഡ്ജ്മെന്റ്സും ഒന്നും ഇല്ലാതെ ആ പാട്ട് കേൾക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അലിഞ്ഞ് നിങ്ങൾ അതിൽ ഉറങ്ങിപ്പോവാറാണ്. ബിക്കോസ് ദാറ്റ് വോയിസ് ആർ യുവർ ഹീലിങ്സ്, യുവർ കംഫർട്ട്സ്. ആ ശബ്ദത്തെ, ആ ഉമ്മയുടെ താരാട്ട് പാട്ടൊന്ന് ഫീൽ ചെയ്യാം. Feel that lullaby. Be here. Feel the moment without anything. നിങ്ങൾ നിങ്ങളുടെ പാരന്റിന്റെ കൈകളിൽ ഉറങ്ങുന്നതായി മാത്രം വിഷ്വലൈസ് ചെയ്താൽ മതി. വേറെ ഒന്നുമില്ല. Feel that lullaby. Feel this moment. With the loving hands. എല്ലാവർക്കും നിങ്ങളോട് അത്ര ഇഷ്ടം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ സ്നേഹമായി മാറിയ ഒരു മൊമെന്റ് ഉണ്ടായതുകൊണ്ടാണ്. യു ആർ ബീങ് ഇറ്റ് സെൽഫ് ലവ്. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അത്രത്തോളം കാരിസ്മാറ്റിക് ആയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കാൻ ആ സമയത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. ആ സ്നേഹം ഫീൽ ചെയ്തുകൊണ്ട് ആ താരാട്ടും പാട്ടും ഫീൽ ചെയ്ത് നോക്കാം. പല രീതിയിൽ പലതരത്തില് ഇല്ലാത്ത ഭാഷകളിൽ പോലും പാട്ടുകൾ ഉണ്ടാക്കി പാടുന്ന ചരിത്രം. ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله
ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. Feel this lullaby that like നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് പാടിത്തരുന്നത് പോലെ ഫീൽ ചെയ്തുകൊണ്ട് കേൾക്കാം. രാരീരം രാരാരോ രാരീരാരീരം രാരാരോ രാരീരാരീരം രാരാരോ രാരീരാരീരം രാരാരോ. The baby you is smiling, feeling happy. Your heart is overwhelmed. Your heart is being in the state of love, kindness. അത് നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. That goodness state. You can feel that happiness on your face. Sometimes നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ടാവാം. Whatever you feel, just express it. കിട്ടാതെ പോയിട്ടുള്ള പല സ്നേഹം പലപ്പോഴും നമ്മൾ പണ്ട് അനുഭവിച്ച ഒരു ചേർത്ത് നിർത്തിക്ക സ്നേഹം നമ്മളുടെ ചെറിയ പ്രായത്തിൽ മാത്രം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു നോട്ടം അനുഭവങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ സോള് മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിന്റെ റിഫ്ലക്ഷൻ ആയി നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നോ എക്സ്പീരിയൻസിനെ റിലീസ് ചെയ്യാം ആൻഡ് ഫീൽ ദാറ്റ് ലവ് once again. حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله രാരീരാരീരം രാരാരോ രാരീരാരീരം രാരാരോ രാരീരാരീരം രാരാരോ രാരീരാരീരം രാരാരോ. You are now a kid, a baby that experiencing the true love from the true source. കുഞ്ഞിക്കണ്ണം പൂട്ടി കുഞ്ഞുകിനാക്കളാൽ കണ്ടൂരങ്ങൂ കുഞ്ഞിക്കണ്ണം പൂട്ടി കുഞ്ഞുകിനാക്കളാൽ കണ്ടൂരങ്ങൂ രാരീരോ രാരാരിരോ രാരീരോ രാരാരിരോ രാരീരോ രാരാരിരോ രാരീരോ രാരാരിരോ. Whatever you feel that. Whatever comes to your mind, what memory comes to your mind, feel that. If you don't feel anything, just be here. Now you're connecting to your roots, your heart, the heart missing the love from the true source.
പലപ്പോഴും നമ്മള് പല കാര്യങ്ങളിലേക്കും ഓടി 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 പലതും നേടാനുള്ള തിരക്കില് നമ്മൾ എന്ന ആ ട്രൂ സാധനത്തിനെ പലപ്പോഴും എവിടേക്കോ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ മിസ് ഔട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ഔട്ട് ചെയ്ത കാര്യമാണ് നമ്മൾ ഇന്നർ ചൈൽഡ്, ദാറ്റ് ബേബി സ്റ്റേറ്റ്. ആ ബേബി സ്റ്റേറ്റിനെ പലരും പല രീതിയിൽ പലതാക്കി മാറ്റിയപ്പോ പല അവസ്ഥകൾ വന്ന സമയത്തും പലർക്കും വേണ്ടി പലതാക്കി മാറ്റിയിട്ടുണ്ട് നമ്മളെ തന്നെ. ആ വേദനകളൊക്കെ മാറ്റിക്കൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ആരൊക്കെ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും നിന്റെ കൂടെ ഞാനുണ്ടാവും. നിനക്ക് താരാട്ടോ പാടിത്തരാൻ, നിന്നെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിക്കുക. ആരൊക്കെ നിന്നെ തളർത്താൻ നോക്കിയാലും അല്ലെങ്കിൽ ഈ വേൾഡില് നിങ്ങൾക്ക് നിൽക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്ന, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ നിങ്ങളെ ചേർത്ത് നിർത്തിക്കുന്ന ഒരു മൊമെന്റ് എത്തിക്കഴിഞ്ഞാൽ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. ബാക്കി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് മുഴുവൻ നിങ്ങൾക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള കാര്യങ്ങളായിരിക്കും. സോ ഓപ്പൺ ടു റിസീവ്. ജസ്റ്റ് ഈ മൊമെന്റിൽ നിങ്ങൾക്ക് നിങ്ങളോട് പറയാം, എല്ലാ ഹൊറിസോൺസിനെയും ഞാൻ ഓപ്പൺ ചെയ്ത് റിസീവ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഓപ്പൺനെസ്സോടുകൂടി നിൽക്കുന്നത് ഞാൻ എന്ന ശരിയായ സത്തിനെ, ശരിയായ എന്നിന്റെ ഉള്ളിലുള്ള ഞാൻ ഏത് സ്ഥലത്ത് നിന്ന് വന്നോ ആ സ്ഥലത്ത് നിന്നുള്ള ട്രൂ ആയിട്ടുള്ള എന്റെ ഇന്നർ ചൈൽഡിനെ ഞാൻ വേദനിപ്പിക്കത്തില്ലെന്നും പല ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്റെ സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെക്കില്ലെന്നും നിങ്ങളെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യില്ലെന്നും സപ്രസ് ചെയ്യില്ലെന്നും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വാക്ക് കൊടുക്കാം. You can take your right hand and put it in your heart. നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനല്ല, എന്തെങ്കിലും 2-3 കാര്യങ്ങൾ എന്താണോ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് അതെടുത്ത് പറയാം. നിങ്ങളുടെ വലത് കൈ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കേൾക്കാനുള്ള കാര്യം എന്താണോ അതുണ്ടെങ്കിൽ അതൊന്ന് ഫീൽ ചെയ്യും. ഫീൽ യുവർ ഹാർട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. Good, my dear. Well done, well done, well. ഈ വേൾഡിലെ എല്ലാ തരത്തിലുള്ള ഏതറ്റത്തേക്കും ഏത് കൊമ്പത്തേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഒരു പവർ കീ ആണ് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പൊ ഇൻജെക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു വിശ്വാസത്തോടു കൂടി എന്തിലേക്കും എത്തിച്ചേരാനുള്ള മൈൻഡ് സെറ്റോടു കൂടി you can slowly come back, slowly come back, slowly come back. Focus on your breathe. Breathe in and breathe out. Breathe in and breathe out. Once again, breathe in fresh and breathe out. Relax. ചിരിച്ച മുഖത്തോടു കൂടി നിങ്ങളുടെ കണ്ണില് ആ പ്രകാശം നിറച്ചുകൊണ്ട് ഹാപ്പിയായി കണ്ണ് തുറന്ന് തിരിച്ചു. വെൽക്കം ടു ദി വേൾഡ് ഓഫ് ലവ്, ഹാപ്പിനെസ്, ലൈറ്റ്, കൈൻഡ്നെസ്. എല്ലാത്തിൻ്റെയും ബ്യൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു നല്ലൊരു തുടക്കമാവട്ടെ. ഓപ്പൺ യുവർ ഐസ് മൈ ഡിയർ. ഞാൻ 3 വരെ എണ്ണുമ്പോഴേക്കും കണ്ണു തുറക്കാത്ത എല്ലാവരും കണ്ണു തുറന്ന് തിരിച്ചു വരാം. 1, 2 and 3. Open your eyes.
പതിയെ കണ്ണുറന്ന് തിരിച്ചു വരിക. കണ്ണുറന്ന് തിരിച്ചു വന്നിട്ടുണ്ട് എല്ലാവരും പെട്ടെന്ന് വീഡിയോ മോഡിൽ പറയാം. വീഡിയോ മോഡിൽ ഇല്ലാത്ത ആൾക്കാർ പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ പറയാം നിങ്ങൾ കണ്ണു തുറന്ന് തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, hope everyone is back. എവിടെ എവിടെ ഉണ്ടോ? ഓക്കെ ഓക്കെ. ഹായ് ഹാജിറ മാം, റാഹിന, ബുഷ്റ, വരട്ടെ എല്ലാരും വരട്ടെ. ബാദിഷ, ഷബ്ന, ഹർഷിത, ഷാമിൽ, ഹസാന, സൽമ, ജിൽവ, ഹൈറുനിസ, റംഷിദ, സ്നേഹ, ഹഫീഫ, അൽഹ, റംല, മുഹ്സിന, ഫസ്ലിയ, മുഹ്സിൻ. ഇവിടെ ബാക്കിയുള്ളവരെ എല്ലാരെയും വിളിച്ചു കഴിഞ്ഞാല് നടക്കൂല. അപ്പൊ എല്ലാരും എന്താ കണ്ടത് വീഡിയോ കോളിലപ്പോ അറിയാം. ഓക്കെ, പെട്ടെന്ന് 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 വരട്ടെ. ദിസ് ഈസ് യുവർ ഫൈനൽ ചാൻസ്. ഇനി നിങ്ങൾക്ക് ഇത് കിട്ടാൻ അടുത്ത മാസം അല്ലെങ്കിൽ അതിനപ്പുറത്തെ മാസമൊക്കെ ആയിരിക്കും. അപ്പം ഒന്ന് തിരിച്ചു വന്നൊക്കെ വന്നോ? വന്നോട്ടെന്നാ പറ്റുന്ന ഫസ്റ്റിലെ വീഡിയോ മോഡിലൊരു ഓക്കെ. എവിടെ ചിരിക്കണ മുഖമൊക്കെ പോയോ? ഫാറൂസ്, ബാദിഷ, ഷബിന എല്ലാരും വരട്ടെ. സോ ഐ ഹോപ്പ് എവ്രി വൺ ഈസ് ബാക്ക് അല്ലേ? ഇറങ്ങിപ്പോയവര് ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്ത മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ ചെയ്യണ്ട എന്ന് വിചാരിച്ചൊരു മെഡിറ്റേഷൻ ആണ്, തരണ്ട എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. പക്ഷെ അതിന്റെ വായും നാക്കും അങ്ങോട്ടേക്ക് മാത്രമേ പോകുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാണ് വിചാരിച്ചു, ഒരുങ്ങി കെട്ടി ആരോ വന്നിട്ടുണ്ട് അവിടെ, തന്നല്ലേ പറ്റൂന്ന് അങ്ങനെ നിർത്താൻ പറ്റണില്ല. ഞാൻ വിചാരിച്ചു വേണ്ട വേണ്ട വേണ്ട, പാടണ്ട പാടണ്ട പാടണ്ട, വെയിറ്റ് വെയിറ്റ്, അവിടെ പോണ്ട പോണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇടണല്ലേ, ഞാൻ എന്ത് ചെയ്യാനാ, ഓക്കെ പാടാം വിചാരിച്ചിട്ട്. എക്സ്പീരിയൻസ് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരിക്കാം പല സ്ഥലങ്ങളിൽ നിന്നും. ഇങ്ങനെ ലലബി മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ലലബി മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആദ്യമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലൊന്നും പറഞ്ഞേ. ഓക്കെ, മുബഷിറുണ്ട്. എവിടെ ആരെങ്കിലും ഉണ്ടോ? യെസ് യെസ്, ഫൈൻ. അപ്പം ഞാൻ വേണ്ട വേണ്ട വേണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കണേ. പിന്നെ എന്ത് ചെയ്യാനാ, അത് ഓരോരോ ഇതൊരു ഭയങ്കര ഒരു ഫീല് തരുന്ന ഒരു സാധനമാണ്. പക്ഷെ പല ആൾക്കാർക്കും സംടൈംസ് അതിന്റെ ഫീലിങ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഇന്നർ ചൈൽഡ് ലല്ലബി മെഡിറ്റേഷൻ എന്നൊക്കെ പറയും. ഇന്നർ ചൈൽഡ് എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ഒരു ചെറിയൊരു തുടക്കം എന്നൊക്കെ പറയും. ലല്ലബി മെഡിറ്റേഷൻ എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു ഹോറിസോൺ ഒക്കെ, അതും ഞാൻ ഗൈഡഡ് ആയിട്ട് പറഞ്ഞു, അതും ഞാൻ ഇതാക്കിയിട്ട് പറഞ്ഞതല്ല. എല്ലാ അബണ്ടൻസിനെയും ഹൊറിസോൺസിനെയും ഒക്കെ ഓപ്പൺ ചെയ്ത് നിൽക്കുന്ന രീതിക്ക് ഈ ഒരു ഇന്റൻഷൻ കീപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച ഒരു അബണ്ടൻസ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യിപ്പിക്കാനായിരിക്കും എന്നാ വിചാരിച്ച. പിന്നെ ഇതിങ്ങനെ വരെയല്ലേ ഫ്ലോയില്, ഇത് നിർത്താനും പറ്റണില്ല. ഇതാണ് വായിൽ വരുന്നത്. ഇപ്പൊ വായിലിങ്ങനെ വരുമ്പോ ഞാൻ തന്നെ ഇങ്ങനെ ഇതെന്തിനാ ഇപ്പൊ ഞാൻ പറയണ ഇവിടെ. അപ്പൊ ഇവിടെ ഇത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണമെന്ന് ഇങ്ങനെ ആദ്യം ചിന്തിച്ചു. പിന്നെ മനസ്സിലായി ഓക്കെ ഫൈൻ, വരുന്നിടത്തേക്ക് ആരൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ സീക്ക് ചെയ്ത് വന്നിരിക്കുന്നുണ്ട്, ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഹൊറിസോൺസിന് അല്ലെങ്കിൽ അത്രയും അബണ്ടൻസിനൊക്കെ വെൽക്കം ചെയ്യാനുള്ള രീതി, പാകപ്പെട്ട രീതിയിൽ മൈൻഡ് സെറ്റിനെ ഉയർത്താനുള്ള ഇന്റൻഷൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ വേൾഡ്ലി തിങ്ങിനെ പല കാര്യങ്ങളാണ് എല്ലാവരും വിചാരിക്കുക. ഞാൻ ആ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ അത് നേടാ ഇത് നേടാ ഇതാക്കാന്നൊക്കെ പറയാൻ വേണ്ടാന്നും വരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കാം. പക്ഷെ ഇത് നേരെ കൊണ്ടുപോയിട്ട് ജനിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറയാനുള്ളത്, നമ്മളെ ഹൊറിസോണ് നമ്മൾ ഓപ്പൺ ചെയ്യാന്ന് പറയുമ്പോൾ കുറെ സാധനങ്ങൾ കുറേ മോട്ടിവേഷൻ കേട്ട്, നിങ്ങളെ മറ്റേ പാട്ടുണ്ടല്ലോ എന്നിലിരുന്ന് തുടങ്ങുന്ന അങ്ങനത്തെ പാട്ടൊക്കെ കേട്ട് ഭയങ്കര എന്തോ ഭീമമായിട്ട് മാറാ, അല്ലെങ്കിൽ അങ്ങനെ കുറെ ആളിങ്ങനെ യെസ് യെസ് ഒക്കെ എന്നൊക്കെ പറയാ. അതൊക്കെ തന്നെ ഞാൻ സംഭവമാകുമ്പോൾ മാത്രം കിട്ടുന്നതാണ് എന്റെ ഭയങ്കരമായിട്ടുള്ള മോട്ടിവേഷൻ. ഇതൊന്നല്ല മോട്ടിവേഷൻ എവിടെ സംഭവിക്കുന്നത്. മോട്ടിവേഷൻ വിത്തിൻ നമ്മൾ ഏറ്റവും ന്യൂട്രൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് മോട്ടിവേറ്റഡ് ആവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഫ്ലോയിൽ ചെയ്തു പോകുന്ന പല കാര്യങ്ങളുമാണ്
നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളെ പോലെ ഉറങ്ങണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. നിങ്ങളെക്കാൾ ഇഷ്ടമാണ് എനിക്ക് രാവിലെ ഒക്കെ ഉറങ്ങാൻ. എനിക്ക് എവിടെ കിടന്ന് ഉറങ്ങിയാലും ഭയങ്കര സന്തോഷമാണ്. ഉറങ്ങാൻ ചാൻസ് കിട്ടിക്കാൻ അത്ര ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളെ പോലെ തന്നെ പല കാര്യങ്ങളും ക്ഷീണവും കാര്യങ്ങളൊക്കെ മുമ്പാണ് കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇന്നലത്തെ ഒക്കെ സെഷനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്ത സെഷൻ. ഇന്നലെ ഞാൻ സെഷനിൽ കയറുന്ന ഒരു 3 മിനിറ്റ് മുമ്പ് വരെ വൊമിറ്റിംഗ് ടെൻഡൻസിയും തലകറക്കവും ക്ഷീണവും എന്താ ചെയ്യേണ്ട ഇങ്ങനെ ഇഷ്ടായിരുന്നു. കിളി പോയ ഒരു ഇരുത്തുണ്ടല്ലോ, ആ ഇരുത്തത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നോമ്പ് എടുത്തിട്ട് വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം വൊമിറ്റിംഗ് ടെൻഡൻസി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, പിന്നെ ഉള്ളോട്ടേക്ക് പോകുന്നില്ല, പുറത്തേക്ക് വരുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. ഭയങ്കര ഇറിറ്റേഷൻ ആയിക്കൂലേ? അതുണ്ടാവാണ്, ക്ഷീണം ഉണ്ടാവാന്ന്, കാല് കണക്കുന്ന ഒക്കെ നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഫീൽ ചെയ്തിരുന്നു ഇന്നലെ ആ സെഷനിൽ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഇടുങ്ങാറുണ്ട്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു മിനിറ്റ് ഇപ്പൊ വരാം എന്നിട്ട് പോയിട്ട് വരാണ് ഇതേ. ബിക്കോസ് ഐ നോ ദാറ്റ് എന്റെ ക്ഷീണവും എന്താ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന മറന്നതേ ഉള്ളൂ. ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് നല്ല ക്ഷീണം പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നോമ്പിന്റെ ക്ഷീണമൊന്നല്ല, ആ ഒരു ചെറിയൊരു ഹെൽത്തിന്റെ ഒരു ഇതിങ്ങനെ വരുന്നതാണ്. വെള്ളം കുടിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിപ്പ് ആയതിന്റെയാണ്. അപ്പം ഇതൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് കൂടിയാണ്. ഒക്കെ ഡിഗ്രി ആസ്പിറന്റാ. അപ്പം ഇതൊക്കെ ചെയ്യുന്നപ്പം വെയിലാണ്, കൊട്ട ചുവരുന്ന വെയിലാണ് മുറ്റത്ത്. ഇതൊക്കെ കഴിഞ്ഞ് നോമ്പും എടുത്ത് ഉച്ചക്കാണ് കോളേജ് വിടുന്നത്. ഉച്ചക്ക് കോളേജ് വിട്ട് ഞാൻ വീട്ടിലേക്ക് വരുമ്പോ എന്റെ കണ്ണൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും. നോമ്പിന്റെ ക്ഷീണമല്ല, വെയില് കൊണ്ടതിന്റെ ക്ഷീണം ഭയങ്കരമായിട്ടുണ്ടാവും. കാലും കൈയും ഒക്കെ വേദന എടുക്കുന്നുണ്ടാവും. അതും കഴിഞ്ഞ് വന്നിട്ട് ഞാൻ 1:30-ക്ക് വീട്ടിൽ വന്ന് 2 മണിക്ക് വീട്ടിൽ വന്ന് കയറുമ്പോൾ കറക്റ്റ് 3 മണിക്ക് ഇവിടെ സെഷൻ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. 3 മണിക്ക് ഇവിടെ വീട്ടിൽ വന്നതിന് സെഷൻ കഴിഞ്ഞ് ഇതാകുമ്പോഴത്തേക്ക് പിന്നെ നോമ്പൂരി കാര്യങ്ങളെല്ലാം ടൈമല്ലോ. ഇതിനിടയിൽ നിങ്ങളെ പോലെ ഉറങ്ങാൻ എനിക്കും ആഗ്രഹമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ക്ഷീണങ്ങളും കാര്യങ്ങളും ഒന്നും എന്നെ എഫക്ട് ചെയ്യാത്തത് ഐ നോ വൺ തിങ്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആള് മാറും. പിന്നെ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും, പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം ഒന്നും എനിക്ക് ക്ഷീണം അറിയുന്നുണ്ടാവില്ല. ആ ഒരു വേദനകളോ കാര്യങ്ങളോ ഒന്നും അറിയുന്നുണ്ടാവില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇവരുടെ അടുത്ത് എന്റെ ടീംമേറ്റ്സിനോട് എപ്പം പറയുന്നുണ്ട്, പണി ഇങ്ങനെ ഒന്നും എടുക്കാതിരിക്കുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ വരാം. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ വേണ്ടാത്ത വെറുതെ ഭ്രാന്ത് വരിക. അപ്പം ഇതെന്ന് പറയുന്നത് ഞാൻ മോട്ടിവേഷന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് ഇത് പറഞ്ഞത്. എനിക്ക് ഇരുന്ന് കിട്ടുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത്, ഓ ഫാത്തിമ യു ആർ ഭയങ്കര സംഭവം, എന്താ പറയാ, ഈ ക്ഷീണമൊന്നുമില്ല ക്ഷീണമൊന്നുമില്ല, യെസ് യെസ് മീൻസ് ഫാത്തിമ സെക്ഷൻ എടുക്കുമ്പോൾ സെറ്റ് ആവും ഒന്നല്ല. ഇതിരിക്കുന്ന ന്യൂട്രലാണ്, കാമാണ്, റിലാക്സ്ഡ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഐ നോ വൺ തിങ്. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ ഞാനല്ല സെഷൻ എടുക്കണേ, എന്നിലൂടെ സംഭവിച്ചു പോകുന്ന ഒരു സാധനം മാത്രമാണ്. പക്ഷെ ഇവിടെ ഇരിക്കുക എന്നുള്ളത് മാത്രം എന്റെ ഡ്യൂട്ടി. അതുകൊണ്ട് ഒന്നും നടക്കാൻ പോണില്ല, ഒരു പ്രശ്നമില്ല. അതേപോലെ തന്നെ എന്താ വന്നാലും എനിക്കൊരു കുഴപ്പമില്ല, ആരൊക്കെ വന്നാലും എനിക്ക് കുഴപ്പമില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ എത്തേണ്ട അടുത്ത് എന്തായാലും അകത്തുനിന്നൊക്കെ ഉറപ്പാണ്. പിന്നെന്തിനാ എനിക്ക് പ്രശ്നം? പിന്നെന്തിനാ ഈ വെറുതെ അഡ്രിനൽ റഷ് കാര്യങ്ങളൊക്കെ? അപ്പം ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റഡ് ആവുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ന്യൂട്രൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്താണ്. ഓക്കെ, മോട്ടിവേഷൻസ് വർക്ക് ആവുന്നത്, കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നത് ഈ ന്യൂട്രൽ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ. കമ്മിങ് ടു ദ മെഡിറ്റേഷൻ പോയിന്റ്, മെഡിറ്റേഷനിൽ നമ്മൾ ചെയ്തത് വേറെ എവിടെയല്ല പോയത്. ഞാൻ ഈവൻ നിങ്ങളുടെ ഗൈഡിനെ പോലും അല്ല മീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാളെ പോലും അല്ല മീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഐ ജസ്റ്റ് ടെല്ലിങ് യു ടു ഫീൽ ദ മദർലി ലവ്. ഈ മദർലി ലവിനെ പറ്റി പറയാൻ തുടങ്ങിയാൽ കുറെ പറയാനുണ്ട്. റൂട്ട് കണക്ട് ചെയ്യുക, റൂട്ട് എന്നൊക്കെ പറയുന്നതിനെ പറ്റി പറയാൻ ഇന്നലത്തെ പോലെ തന്നെ ഒരുപാട് സമയം ഞാൻ സംസാരിച്ചു. ബിക്കോസ് നമ്മൾ ഏത് സോഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് റൂട്ട് എന്ന് പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. ഈ റൂട്ടിലേക്കുള്ള ലവും ലൈറ്റും സാധനങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലൈഫിൽ എവിടെയെങ്കിലും സക്സസ് ആവുള്ളൂ. അല്ലാത്ത സക്സസ് ഒന്നും സക്സസ് അല്ല. ആ സക്സസിന് അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. കാരണം ഈ പാരന്റൽ ഫിഗർ എന്ന് പറയുന്ന കാര്യത്തില് നമുക്ക് എന്തെങ്കിലും ബ്ലോക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് നമ്മളുടെ ലൈഫിലും ബാധിക്കും. നമ്മൾ മദറിന്റെ അടുത്തുള്ള എന്തെങ്കിലും കണക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെ അല്ല, അവരുമായിട്ടുള്ള ഒരു ലവിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ബ്ലോക്ക് കാര്യങ്ങൾ ഫീൽ ചെയ്യണമെങ്കിൽ അത് നമ്മളുടെ ഭാവിയിലുള്ള എല്ലാവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കും. അത് ഭയങ്കര ഒരു കണക്ഷൻ അവിടെ ഉണ്ട്. മദർലി കാര്യങ്ങളിൽ നമുക്ക് എന്താ പറയാ കണക്ഷൻ കാര്യങ്ങൾ സെറ്റ് അല്ലെങ്കിൽ ആ കണക്ഷൻ നമ്മൾക്ക് എന്ത് ചെയ്യും, ആ ഡിസ്കണക്ഷൻ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ ബ്ലോക്സ് വരും, പ്രശ്നങ്ങൾ വരും, ഇതൊക്കെ വരും. അപ്പൊ റൂട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര കാര്യം.
നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ ബോത്ത് യുവർ ഫാദറുമായിട്ടുള്ള കണക്ഷൻ മാക്സിമം ബിൽഡ് ചെയ്യുക. ആ കണക്ഷനിൽ എവിടെയെങ്കിലും ബ്ലോക്ക് കാര്യങ്ങൾ വന്നിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ അങ്ങനെയുള്ള പാർട്ട്, ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള പാർട്ടിൽ ഇത് വരും. ഇതൊക്കെ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം. ഇതൊന്നും നമ്മളെ സക്സസിന് വേണ്ടി നമ്മൾ അവരെ സ്നേഹിക്കുക എന്നുള്ള രീതിക്ക് സ്നേഹിക്കരുത്. ഇതൊക്കെ അത്രയും കണക്റ്റഡ് ആണെന്നാ പറയുന്നത്. അപ്പം വേറൊരു തരത്തിൽ ഇന്നത്തെ മെഡിറ്റേഷനെ നോക്കുകയാണെങ്കിൽ പല ആൾക്കാർക്കും ചില സമയം കരച്ചിൽ വന്നിട്ടുണ്ടാവും. കാരണം പല ആൾക്കാരും കുറെ കാലായി ആ ജനിച്ചവരെങ്ങാനാണ് നമ്മളെ തന്നെ ഒന്ന് ആ ഒരു സ്നേഹമൊക്കെ ലല്ലബി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. പല ആൾക്കാരും അതിന് ശേഷം പിന്നെ പല ക്രൈസിസിലൂടെ പോയി. ജീവിത സാഹചര്യം പറയാൻ പറ്റില്ല, എല്ലാവരും ജീവിത സാഹചര്യങ്ങൾ സെയിം ആവണമെന്നില്ല. എല്ലാവർക്കും ആ ലവ് ഒന്നും കിട്ടിയിട്ടും ഉണ്ടാവണമെന്നില്ല. പക്ഷെ whatever, അതിനെപ്പറ്റി പറയുമ്പോൾ ഉള്ളൊന്നൊരു നീറ്റിൽ വരുന്നുണ്ട് എന്നാണെങ്കിൽ, മൈ ഡേ യുവർ ഹാർട്ട് ഈസ് സീക്കിംഗ് സംതിങ്, യുവർ ഹാർട്ട് ഈസ് സീക്കിംഗ്. നിങ്ങൾക്കത് എന്താ പറയാ, ചില ആൾക്കാർക്ക് ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലെങ്കിൽ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ആയിരിക്കാം. അല്ലെങ്കിൽ അതിനെ എനിക്കെന്തോ പ്രശ്നം ഉണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതാക്കണ്ട. അവിടെയും ചെറിയൊരു എറർ ഉണ്ടായിരിക്കാം. കാരണം അവിടത്തെ ആദ്യം നമ്മൾ നമ്മളുടെ സെൽഫിലുള്ള ഈ ഹാർട്ട് കണക്ഷൻ, ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന സാധനത്തിനെയാണ് ഏറ്റവും ചേർത്ത് പിടിക്കേണ്ടത്. നമ്മൾ ഇന്നർ ചൈൽഡ് എത്രത്തോളം നെറിഷ്ഡ് ആണ്, ഹാപ്പി ആണെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പം സംടൈംസ് ഇടയ്ക്ക് മാത്രം വീണ് കിട്ടുന്നത് പോലെ മെഡി റൂട്ടീനിലൊക്കെ എടുക്കുക. നമ്മള് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് പ്ലേ ചെയ്യും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ആര് പറഞ്ഞു യാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കാർട്ടൂൺ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് പ്ലേ ചെയ്യും. റൈമിങ് സോങ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഇന്നർ ചൈൽഡ് ഡേ ആയിരിക്കും അന്നത്തെ ദിവസം. ഓരോ ദിവസം ഓരോ ടാസ്ക് ആയിരിക്കും. ഓരോ ദിവസം ഭയങ്കര ഇങ്ങനെ ആവിയാവുന്ന ടാസ്ക് ആയിരിക്കും. ചില ദിവസം ഇങ്ങനെ കിളി പോയ ടാസ്ക് ആയിരിക്കും. എങ്ങനെ എല്ലാരും കൊണ്ട് പഠിപ്പിക്കും. എല്ലാരും പണ്ട് സ്കൂളിൽ പഠിച്ച പാട്ടൊക്കെ കൈ മുട്ടിട്ട് എന്താ ഉത്സാഹം എന്ന് പറയാൻ നേരം. അപ്പൊ ഒന്നുമില്ല, ഞാനൊരു ഉമ്മയാണ്, ഞാനൊരു ഉപ്പയാണ്, ഞാൻ ടീച്ചറാണ്, ഒന്നും ഉണ്ടാവില്ല. ഇവിടെ കളിക്കുന്ന ക്ഷേത്രമൊക്കെ മാത്സ് ടീച്ചറാ. എന്നിട്ട് ഇവിടെ വന്നിട്ട് മാത്സ് ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര സീരിയസ് ആയിട്ട് വടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ വന്നിട്ട് ആര് പറഞ്ഞോ മ്യാവ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ മുട്ടിയിട്ട് പാട്ട് പാടണേ. അപ്പം ആ ഒരു രീതിയിലേക്ക് ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ആ ഷിഫ്റ്റിങ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എല്ലാ സ്ഥലത്തും ബാലൻസിങ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താ പറയാ, ലൈക്ക് ആ ഒരു ബാലൻസിങ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പഠിച്ചുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പം എന്ത് ചെയ്യാ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇന്നർ ചൈൽഡിലേക്ക് അതിനെ നറിഷ് ചെയ്യിക്കണം, അതിനെ ഹാപ്പി ആക്കുന്ന, അല്ലെങ്കിൽ അത് ഹാപ്പി ആയിരിക്കില്ല. പല ആൾക്കാരുടെ ഇന്നർ ചൈൽഡ് ഹാപ്പി ആയിരിക്കില്ല. ഓൾമോസ്റ്റ് ആൾക്കാരുടെ ഇന്നർ ചൈൽഡും എന്തോ കാര്യത്തിൽ സഫർ ചെയ്യുന്നുണ്ടാവും. എന്താണെന്നറിയില്ല, എന്തോ ഒരു ലവ് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ലവിനെ പറ്റി പറയുമ്പോൾ തന്നെ ഭയങ്കര കരച്ചിൽ വരുന്നു, അല്ലെങ്കിൽ വെറുതെ എന്റെ ഉപ്പാനൊന്ന് ഹഗ് ചെയ്യാൻ വേണ്ടി പറയാൻ നിങ്ങൾ പറയുമ്പോൾ തന്നെ എനിക്ക് അത് ഭയങ്കര ബ്ലോക്ക് പോലെ ഫീൽ ചെയ്യുന്നത്, അതൊന്നും പറ്റാത്ത പോലെ, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് എനിക്ക് അടുക്കാൻ പറ്റുന്നില്ല എന്റെ പാരന്റ്സിന്റെ അടുത്ത്. ഇതൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ലൈഫിൽ വരുന്ന പല സ്റ്റക്നെസിന്റെയും മേജർ റൂട്ട്സ് കാര്യങ്ങളൊക്കെയാണ് അവിടെയാണ്. നമ്മളെ റൂട്ട്സിൽ അതൊക്കെ എന്താ പറയാ, ഓക്കെ ഫൈൻ, അത് ഹീൽ ചെയ്യാ കാര്യങ്ങളൊക്കെ. നിങ്ങൾ അഡ്മിൻസിന്റെ കാര്യങ്ങളൊന്നും മെസ്സേജ് അയച്ചാൽ മതി. അതിന്റെ വേറെ രീതിയിൽ തന്നെ നല്ല രീതിക്ക് പോകണം. അതിനെ ഹീലേക്കുന്ന പാർട്ടിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മളെ തന്നെ ഹീലേക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാം. ഐ നോ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പല ആൾക്കാർക്ക് ഈ ഫീലിങ്സ് പല രീതിക്കും ഉണ്ടാവും. എന്റെ പാരന്റ്സ് നമുക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെന്നോടത്ത് ഒന്നും ഇതാക്കണില്ല. എനിക്കൊരു പീരീഡ് വരെ എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു ഭയങ്കര സംഭവമായിട്ടുണ്ടായത്. അപ്പോഴൊന്നും എനിക്ക് എന്റെ പാരന്റ്സിന്റെ വാല്യൂ തന്നെ അറിയില്ല. എന്താണ് അവര്, ഏതാണ് അവര്, വെറും എനിക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ പാരന്റ്സിനെയാണ് ഞാൻ ബ്ലെയിം ചെയ്യാന്നല്ല, ഇവരെന്ത് ഇങ്ങനെ അല്ലെങ്കിൽ അവരെന്തിനാ എന്നെ അങ്ങനെ പറയാം. പക്ഷെ ഒരു പീരീഡ് കഴിയുമ്പോൾ മനസ്സിലാവാ ഹൗ ബ്ലെസ്ഡ് മീ, ലൈക്ക് അവരാണ് എന്റെ എല്ലാം എന്ന് മനസ്സിലാക്കുന്ന ഒരു പീരീഡിലേക്ക് എന്റെ മൈൻഡ് എക്സ്പാൻഡ് ചെയ്തപ്പോ എനിക്ക് അവരുടെ ബ്യൂട്ടി മനസ്സിലാകാൻ തുടങ്ങി. അവരുടെ ബ്യൂട്ടി മനസ്സിലാകാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സിമ്പിൾ, ഇത് അടിവരയിട്ട് കുറിപ്പിട്ട് ഞാൻ നിങ്ങളോട് ഞാൻ എഴുതി പറഞ്ഞുതരാം. നിങ്ങളെ പാരന്റ്സ് ഇനിയിപ്പോ കഞ്ചാവും കള്ളുകൂടിയും ഒക്കെ ഉള്ള ഒരു പാരന്റ് ആണെങ്കിൽ പോലും അവര് നിങ്ങളെ പാരന്റ് ആണ്. അവര് നിങ്ങളുടെ പാരന്റ് ആണ്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തടസ്സമില്ല. അവര് നമ്മൾ എത്ര വേദനിപ്പിച്ചെന്ന് പറഞ്ഞോട്ടെ, അവിടെയാ പറയുന്നേ, അവിടെയാണ് പറയുന്നത് ക്ഷമിക്കുന്നവനിക്ക് ഉം അതാണ് പറയുന്നത്. ക്ഷമിക്കാന്ന് പറയുമ്പോ എല്ലാ അടിയും കൊണ്ട് ക്ഷമിക്കുക ആശയമല്ല. എന്തൊക്കെ വന്നതിനാലും നിങ്ങളുടെ പാരന്റ്സ് ആണ്. അവരാണ് നിങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഉറപ്പാണ്, അവര് മാത്രമാണ് കൊണ്ടുവന്നത്. അവരെ
എത്ര വലിയ തോൽവി ആയിക്കോട്ടെ, വാട്ട് എവർ ദേ ആർ, അവർ നിങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളടുത്ത് പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട്. മൂത്താളോട് മാത്രം അല്ലെങ്കിൽ അയാളോട് മാത്രം അല്ലെങ്കിൽ മറ്റുള്ള ബാക്കിയുള്ള സിബ്ലിങ്സിനോട് മാത്രം കുറച്ചുകൂടി സ്നേഹം പരിഹരിക്കുന്നില്ല എന്നുള്ള തോട്ട് വരും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വാട്ട് എവർ, ജസ്റ്റ് തിങ്ക് ദേ ആർ പാരന്റ്സ്. പാരന്റ്സിന്റെ അടുത്ത് ഞാൻ പല ആറ്റിറ്റ്യൂഡിന്റെ ഫോർഗീവ്നെസിന്റെ ഒക്കെ സെഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവർക്ക് എടുത്തു കൊടുക്കുന്ന സമയത്ത് പറയാറുണ്ട്. ആരൊക്കെ എന്തൊക്കെ വന്നേനാലും നിങ്ങളുടെ പാരന്റ്സിനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് സോറി പറയാൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുക ചെയ്യരുത്. ഒരിക്കലും ആഗ്രഹിക്കുക ചെയ്യരുത്. കാരണം നമ്മൾ അവരടുത്ത് എത്രയൊക്കെ അവർ നമ്മുടെ അടുത്ത് തെറ്റ് ചെയ്താലും അവർ നമ്മുടെ അടുത്ത് വന്ന് സോറി പറയാൻ അവർ അവർ സോറി പറയണം. അത് അവർക്ക് എടുക്കുന്ന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞോളൂ. പക്ഷെ നിങ്ങൾ അത് ആഗ്രഹിക്കുന്ന രീതിക്ക് നമ്മൾ അഹങ്കരിച്ചു പോകും. അതെന്താ ആ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതങ്ങനെയാണ്. ആ റൂട്ട് പാറ്റേൺ നമ്മൾ കൃത്യമായി കൊണ്ടുപോകണം. ഇത് പറയുമ്പോൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് ഫീൽ ചെയ്യണേ. ഇത് ഞാൻ പറയുമ്പോ ഇനി അവർ തച്ച് കൊല്ലാൻ പോയിസൺ തന്നാലും കുടിക്കണം, ഫാത്തി പറഞ്ഞതല്ലേ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല ഞാൻ ഉദ്ദേശിച്ച സാധനം. ഉദ്ദേശിച്ച കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള രീതിക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്നർ ചൈൽഡ്. നമ്മൾ ഇന്നർ ചൈൽഡ് പല രീതിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പല ആൾക്കാർക്ക് ഈ ഇന്നർ ചൈൽഡ് പ്രോബ്ലംസ് ഒക്കെ ഓൾറെഡി ഉണ്ടാകാറുണ്ട്. മെഡിയൂട്ടി കാര്യങ്ങളൊക്കെ 1 മന്ത് കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെ ഓട്ടോമാറ്റിക് പോകുമ്പോൾ അവരോട് ഞാൻ പാരന്റിങ് ഹീലിംഗ് ആണ്, ആ ഹീലിംഗ് ആണെന്നൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അവിടെ ഓട്ടോമാറ്റിക്കലി ഹീലിംഗ് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഹീലിംഗ്സിലേക്ക് ഫോക്കസ് ചെയ്യാതെ അവരിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അവരിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അവരുടേതല്ലാത്ത പല കാര്യങ്ങളും അവരിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് ഇവിടെ അധികം ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം എന്ത് ചെയ്യാം, എനിക്കറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഫീൽ ചെയ്ത് ഈ ഹോൾ 3 days കാര്യങ്ങൾക്കൊക്കെ. അത് എല്ലാവരും 3 ദിവസം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, 1 ദിവസം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, 2 ദിവസം ജോയിൻ ചെയ്തവരുണ്ട് എന്നാണെങ്കിൽ പോലും ഇത് ലാസ്റ്റ് ഫീഡ്ബാക്കിന്റെ സമയത്ത് നിങ്ങളെ കാര്യങ്ങളൊക്കെ അറിയിക്കണം. കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ, നിങ്ങളെ ഓരോ കാര്യങ്ങളാണ് നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ. സോ ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഫേസിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം മെഡിറ്റേഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റ് ആൻഡ് നോ ടു ഡു ലിസ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇന്നും പുതിയ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഒരു ബുക്കും പെന്നും എടുക്കാം. അതിൽ ടു ഡു ലിസ്റ്റ് എന്ന് എഴുതാം. ആദ്യം ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാനുള്ള കറക്റ്റ് പ്രോപ്പർ ഐഡിയ വെച്ചിട്ട് ഇന്ന് നിങ്ങൾക്ക് ഈ കാര്യം ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പ്രോപ്പർ സാധനം വെച്ചിട്ട് എഴുതാം. ടു ഡു ലിസ്റ്റ് എഴുതാം. അതിനുശേഷം വേറൊരു കോളത്തിൽ നോ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതിൽ എന്തൊക്കെ ചത്താലും ഈ കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ദിവസം ചെയ്യൂല എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അതും എഴുതി വെക്കും. ഇതെന്തിനാ ചെയ്യിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഇതെന്തിനാ ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാല് നമ്മളെ എന്താ പറയാ, നോ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രമേ പല കാര്യങ്ങൾക്കുള്ള ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് നമുക്കിപ്പം ഭയങ്കരമായിട്ട് ഫോൺ നോക്കൽ എന്തെന്നാണെങ്കിൽ ഇപ്പുറത്ത് ഞാൻ ഇന്നത്തെ ദിവസം ഇത്ര പഠിക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കൽ നമുക്ക് എന്താ പഠിക്കുന്നതിൽ തടസ്സം ഉണ്ടാക്കും. അപ്പൊ നോ ടു ഡു ലിസ്റ്റ് എന്താക്കി വെക്കണം, ഞാൻ ഇന്ന് ഇത്ര സമയത്തിൽ കൂടുതൽ ഫോൺ നോക്കൂല, അതൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ചെയ്യണം. ഇപ്പൊ തന്നെ ഈ വൈബ്രേഷനിൽ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ഇപ്പൊ തന്നെ ചെയ്യിപ്പിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ സമയത്ത് തന്നെ എല്ലാവരും ചെയ്യുക. ഓക്കെ, ഞാൻ ഒരു സമയം തരാം, 2 minutes കാര്യങ്ങൾ തരാം. ചാറ്റ് ബോക്സിൽ ചോദിച്ച ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട്. മറുപടി തരേണ്ടതാണെങ്കിൽ ഞാൻ തരാൻ നോക്കാം. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, ഐ വിൽ ഗിവ് യു 2 minutes. ഇനി ഡൗട്ട് ഉണ്ട് എന്നാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ.
കഴിഞ്ഞവർ ചാറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, നമുക്കധികം ലാഗ് ചെയ്യണ്ട. കഴിഞ്ഞവര് അല്ലെങ്കിൽ കഴിയാത്തവരുണ്ട് എന്നാണെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കി ആഫ്റ്റർ ദി വെരി നെക്സ്റ്റ് മൊമെന്റ് ഓഫ് എൻഡിങ് ദിസ് സെഷൻ കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊക്കെ ചെയ്ത് വെച്ച് കൂട്ടി വെച്ചിട്ട് നാളെ രാവിലെ വരുമ്പോൾ വീണ്ടും നോക്കാനല്ല, നാളെ രാവിലെ ഇല്ല അത് കാര്യം. അപ്പം എന്ത് ചെയ്യാം, മറ്റന്നാൾ മുതൽ നമ്മൾ മെഡി റുട്ടീന്റെ 1 month ജേർണി ബിഗിൻ ചെയ്യണം. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇന്നലെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നോ കാര്യങ്ങളൊക്കെ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അഡ്മിൻസിനെ കളക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഗൈഡഡ് ടാസ്കിന്റെ ഫേസ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യം മെഡിറ്റേഷൻ, പിന്നെ ടു ഡു ലിസ്റ്റ് ആയ സാധനങ്ങളൊക്കെ ക്രിയേഷൻ. തേർഡ് ഫേസിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഒരു ടാസ്ക് അതിനകത്ത് ടാസ്ക് ഒക്കെ തരുന്നുണ്ട്. 10 ദിവസത്തെ ടാസ്കും ചെയ്തായിരുന്നു. റായന മാം ചെയ്തിട്ടുണ്ടോ? 2 ദിവസം കണ്ടില്ലേ, ചെയ്തിരുന്നോ? യെസ്, ഓക്കെ. ഹൗ വാസ് ദി എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആഫ്റ്റർ ദി സെഷൻ പറഞ്ഞിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി നമ്മള് ക്രിയേറ്റീവ് സാധനത്തിന് പോണേ, നമ്മൾ ഈ ഇന്നർ സൈഡ് ഇത് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഫൈനൽ ഡേയും ആണല്ലോ, അപ്പൊ ഇന്ന് വെറുതെ ഒരു കുറച്ചും കൂടി നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് തരാന്ന് വിചാരിക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് നിങ്ങളൊരു ജാർ എടുക്കാം. ഓക്കെ, ഒരു ജാർ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ, ഒരു ഇത്രയുള്ള ജാറോ കാര്യങ്ങളൊക്കെ എടുക്കാം. നമ്മളിപ്പോ കുറെ ഇൻസ്റ്റാഗ്രാമിലെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, നമ്മൾ മെസ്സേജ് ജാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ പുറത്തുനിന്ന് കുറെ സാധനം, അല്ലെങ്കിൽ ഖുറാൻ വേഴ്സസിന്റെ ജാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ജാർ ഒക്കെ കാണുന്നു. അതുപോലെ ഒരു ജാർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ പറയാം, ഒരു ജാർ എടുക്കാം. വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്നുള്ളത് കൂടി ബോധമാണ്. നിങ്ങൾക്കും കൂടി ചെയ്യാൻ വേണ്ടി നിങ്ങളെ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റിനോട് കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യിക്കാനാണ്. നിങ്ങൾക്കും കൂടി വേണ്ടാന്നുള്ള ഇതാക്കാം. ആ ജാർ എടുത്തിട്ട്, നല്ല ബ്യൂട്ടിഫുൾ ജാർ ഇല്ല എന്നാണെങ്കിൽ നല്ല ജാർ വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ക്രിയേറ്റീവ് ആയിട്ട് ആക്കാൻ പറ്റുമെങ്കിൽ ആ ക്രിയേറ്റീവ് ആയിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണല്ലോ ക്രിയേറ്റേഴ്സ് ഉണ്ടാവുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ഒരു ജാർ എടുത്തിട്ട് അതിലിങ്ങനെ കുറെ പീസ് ഓഫ് പേപ്പേഴ്സ് എടുക്കാം. പീസ് ഓഫ് പേപ്പേഴ്സ് എടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കളർ പേപ്പേഴ്സ് ആണെങ്കിൽ കളർ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാനുള്ള നിങ്ങളെ ക്വാളിറ്റീസ് എഴുതി വെക്കാം. സിമ്പിൾ ആയിട്ട് പറയാനായി, ഐ ആം വെരി ബ്യൂട്ടിഫുൾ, ഐ ലവ് യു സോ മച്ച്. അങ്ങനെ കുറെ തട്ടിവിടാം. എത്രത്തോളം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നോ അത്രത്തോളം എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലി ഐ ആം ദി സക്സസ്ഫുൾ മില്യണർ ഓഫ് ദിസ് സെഞ്ചുറി ആൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചെഴുതാം. ഓക്കെ, കുറെ പേപ്പേഴ്സിൽ എഴുതാം. ഞാനൊക്കെയാണ് തള്ളി പറിച്ചത്. അപ്പം അത്രക്ക് തള്ളാണ് ഞാൻ ഇങ്ങനത്തെ കാര്യത്തില്. അപ്പം എന്താ പറയാ, എന്നെ പറ്റി തള്ളാൻ ഞാൻ തന്നെ ഉണ്ടാവും, പിന്നെ വേറെ എന്നെ പറ്റി തള്ളുന്നത്. അപ്പം എന്ത് ചെയ്യാ, അടിച്ചെഴുതാം കുറെ കാര്യങ്ങള്. എന്താ പറയാ, ഞാന് എന്താ പറയാ, എന്തൊക്കെ പറഞ്ഞാലും ഞാനേ ഉണ്ടാവും നിന്റെ കൂടെ, ഇത് മറക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സങ്കടം വന്നാൽ നോക്കുമ്പോഴാണെങ്കിലും, ദേഷ്യം വന്നാൽ നോക്കുമ്പോഴാണെങ്കിലും, സന്തോഷം വന്നാൽ നോക്കുമ്പോഴാണെങ്കിലും അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ഉണ്ടാവണം. അപ്പൊ നിങ്ങൾക്ക് ഇത് ChatGPT നോക്കി മറ്റേ പിൻട്രസ്റ്റ് നോക്കിയിട്ടൊന്നും എഴുതാനൊന്നൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കൊരു ഐഡിയ കോൺസെപ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് തന്നെ എന്താ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എന്താണ് നിങ്ങൾക്ക് എഴുതാൻ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിങ്ങനെ മടക്കി വെച്ചിട്ട് മടക്കിയിട്ട് എന്താ നിങ്ങളെ ക്രിയേറ്റീവ് വേയില് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ, നിങ്ങളെ വർക്ക് സ്പേസോ നിങ്ങളുടെ സെഷൻ കേൾക്കുന്ന സ്പേസോ നിങ്ങളുടെ മുമ്പിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ റിപ്പണൊക്കെ വെച്ച് കിട്ടാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ കിട്ടാം. ബോയ്സിന് ഇതൊക്കെ വേണം, എന്നൊക്കെ വോയിസ് ഉണ്ടെങ്കിൽ വോയിസിന് ഇതൊക്കെ ചെയ്യാൻ ഒരു പ്രശ്നമില്ല. ആരും ഒന്നും നിങ്ങൾ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല വൃത്തിക്ക് ചെയ്യാം. നിങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് വേറെ ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും നിങ്ങൾക്ക് അതിന്റെ ഫീൽ കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ തന്നെ ചെയ്യാ. നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങള്, സപ്പോസ് ഞാൻ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞ് വെച്ച് കാച്ച. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ആ ജാറില് എല്ലാ ദിവസവും മോർണിംഗ് അതെടുത്ത് നോക്കാം. ജാറിൽ മാക്സിമം മെസ്സേജസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യാം. കളറ് മനസ്സിലാക്കിയിട്ട് എല്ലാ ദിവസവും ആ കളർ തന്നെ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവരുത് നിങ്ങൾ ഏതാ പിക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഇതല്ലേ രാവിലെ എടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ തോന്നുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. നിങ്ങൾ എഴുതിയത് കൊണ്ടും ഈ വൈബ്രേഷനിൽ ഇന്ന് തന്നെ നിങ്ങൾ എടുത്ത് എഴുതുന്നത് കൊണ്ടും
അല്ലെങ്കിൽ ഈ സെഷൻ കേട്ട് ആ ഒരു വൈബ്രേഷൻ ഇരുന്ന് എഴുതുന്നുണ്ടോ, നിങ്ങൾക്ക് വേണ്ട ഗൈഡഡ് സാധനം നിങ്ങൾക്ക് ഓപ്പൺ എടുക്കുന്ന സമയത്ത് വരുള്ളൂ. വെറുതെ എടുത്ത് തുറന്നുകൊണ്ട് നിന്നിട്ട് അതിന്റെ വാല്യൂ കളയരുത്. ഓക്കെ, ഇപ്പൊ എടുത്ത് തുറന്നു നോക്കാം. നിങ്ങൾക്ക് ചില സമയം ആ മെസ്സേജ് ആണ് നിങ്ങളുടെ മനസ്സിന് ഉണ്ടാവും. വിഷമിച്ചെടുത്തൊക്കെ തുറക്കുമ്പോ ഫാത്തി ആരും വേണ്ട. അത് ഫാത്തി ചൂസനാണ്. എന്ത് രസാന്ന് അറിയോ ഫാത്തി ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോ. എത്ര പേരാ ഫാത്തിനെ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? മതി ഒരു പേപ്പർ. അതിന്റെ പോലെ എനിക്ക് അന്നത്തെ ദിവസം വിഷമം വരുമ്പോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ നിങ്ങൾ നിങ്ങളതായ ഓൺ വേയിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നമ്മൾ ഭയങ്കര ഡീപ്പ് എയറിൽ പോകുന്ന സാധനം തന്നിട്ടുണ്ടായി. ഇന്ന് ഞാൻ നേരെ പിടിച്ച് ഭൂമിയിലേക്ക് ഇട്ടിട്ടുണ്ട്. കാരണം പോകുന്നതിന് മുമ്പ് നിങ്ങളെ പിടിച്ച് ഭൂമിയിലിടേണ്ട എന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഭയങ്കര ഇന്നലെ മിഞ്ഞാന്നൊന്ന് പോയ പോലത്തെ ഫേസിലേക്ക് ഒന്ന് പോകാതെ ന്യൂട്രൽ ആയിട്ടുള്ള രീതിക്ക് സെഷൻ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാവരും ടാസ്കുകൾ കാര്യങ്ങൾ ചെയ്തിട്ട് ടാസ്ക് ചെയ്തതിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഭയങ്കര രസം. അതൊക്കെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളത് അയക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം കൂടിയാണ്. അപ്പൊ എന്താ ചെയ്യാ, ബാക്കിയുള്ളവർക്ക് അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. ഐഡിയാസ് കാര്യങ്ങൾ നിങ്ങളതായ ക്രിയേറ്റീവ് വിഷനില് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ജാറിനൊരു പേരിടാം. എന്താ പറയാ, ഒരു ജാറിനൊരു നല്ല ബ്യൂട്ടിഫുൾ പേര് വേണമെങ്കിൽ ആ ജാറിനൊരു പേരിടാം. നിങ്ങൾക്ക് അങ്ങനെ അതിനത്ര സ്നേഹിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാം, പ്രോസസ്സിലിരിക്കുക ചെയ്യൂലേ. ഇന്ന് കോളേജ് സ്കൂളില് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കണേ. എല്ലാരും വീട്ടിലിരുന്ന് റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഇങ്ങനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് രസകരാക്കാം. അപ്പം നോ നോമ്പാണ്, ഇതാണ് എന്നൊക്കെ അറിഞ്ഞിട്ടും ഇതേ സമയത്ത് നോമ്പായിട്ട് പോലും രാവിലെ ഞാൻ സെഷൻ വെക്കാൻ ധൈര്യം കാണിച്ചത്. നോമ്പായാലും കുഴപ്പമില്ല, വരേണ്ടവര് ഏതറ്റത്തു നിന്നായാലും ഏത് രാവിലെ ആണെങ്കിൽ ഏത് പാതിരാത്രി ആണെങ്കിലും വരേണ്ടവര് എന്തായാലും വരുമെന്ന് ഉള്ള വിശ്വാസം വെച്ചിട്ട് തന്നെയാണ് ഞാൻ സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ വിശ്വാസം തകർക്കാതെ എല്ലാ ദിവസവും ജോയിൻ ചെയ്ത കുറെ പേരുണ്ട്, അല്ലെങ്കിൽ ഇന്നലെ ജോയിൻ ചെയ്തവരുണ്ട്, ഇന്ന് മാത്രം ജോയിൻ ചെയ്തവരുണ്ട്. ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഈ പ്രോഗ്രാം അത്രയും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയത്. ഭയങ്കരമായിട്ടുള്ള ഫീഡ്ബാക്സ് കാര്യങ്ങൾ പേഴ്സണലി എന്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സപ്പിലെ മെസ്സേജസിലാണെങ്കിലും നമ്മുടെ ടീംമേറ്റ്സിനുള്ള കിട്ടുന്ന മെസ്സേജസ് ആണെങ്കിലും എല്ലാം നമ്മൾ ഗ്രൂപ്പിൽ, നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ്. ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നമ്മളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഓരോ റെസ്പോൺസും. ഈവൺ ഒരു താങ്ക് യു ആണെങ്കിൽ പോലും നമ്മളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അത്രത്തോളം ഇവിടെ എനിക്ക് കിട്ടുന്ന മെസ്സേജ്, എന്നെ പൊക്കി പറയുന്ന മെസ്സേജ് ആണെങ്കിൽ പോലും ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. കാരണം എനിക്ക് കിട്ടിയതാണെങ്കിലും ഇവർക്ക് കിട്ടിയത് പോലെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് നമ്മളുടെയും കൂടി ഒരു സക്സസ് ആണ്. ആ സക്സസിനെ വിജയിപ്പിച്ചെടുത്തത് നിങ്ങളാണ്. അപ്പം ഞാൻ മാത്രം ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ ബാക്ക് ബോൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന മൊത്തം ഒരു ടീം തന്നെ നമ്മുടെ ബാക്കിലുണ്ട്. ഒരു 5 പേര്. ഒരാണ് ഇപ്പം അതിലിപ്പോ ഇവിടെ 3 പേരെ കാണുന്നുണ്ട്, 4 പേരുണ്ട്, ഒരാളെ ഇവിടെ കാണുന്നില്ല. അപ്പം നമ്മൾ ഇത്രയും ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ എടുത്തത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ അത് അത്രയും സ്നേഹത്തോടു കൂടിയും അത്രയും ക്യൂരിയോസിറ്റി കൂടി ഭയങ്കര ചില ആൾക്കാരുടെ ആ കണ്ണിൽ തന്നെ കാണാം ഒരു പ്രകാശം. ഭയങ്കര അവരിവരാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. അപ്പൊ കുറെ പേര് മറ്റേ പെയ്ഡ് സെക്ഷനിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും പേയ്മെന്റ് ഒന്നും ഒരു വിഷയമല്ല, നമ്മൾ വന്നോളാന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പേയ്മെന്റിനേക്കാൾ കൂടുതൽ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് ബോധ്യം വന്നതുകൊണ്ട് തന്നെ അത് റിയലൈസ് ചെയ്ത മൊമെന്റിൽ തന്നെ നിങ്ങൾ മെഡി റൂട്ടീനിലായി, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജേർണി ബിഗിൻ ചെയ്തു. അത് നിങ്ങളുടെ പരിധിയിൽ നിന്ന് നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഒരു കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ, ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാന്ന് മാത്രമല്ല, നമ്മളിങ്ങനെയുള്ള ചില ഇതുണ്ടാവും. ചെയ്താൽ എന്താവും, എന്റെ കയ്യിൽ അതില്ലല്ലോ. ഇപ്പൊ ഞാന് ചില ആൾക്കാരൊക്കെ കടം വാങ്ങിയിട്ട് വരെ നമ്മൾ സെഷൻ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ കാണുന്ന ടീം മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്ന പല ആൾക്കാരും കടം വാങ്ങിയിട്ടൊക്കെയാണ് പണ്ട് നമ്മൾ സെഷൻ ജോയിൻ ചെയ്തിട്ടുണ്ടായത്. പിന്നെ അവര് നമ്മള് ടീംമേറ്റ്സ് ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും മൊമെന്റിൽ റിഗ്രഷൻ വന്നിട്ടുണ്ടോ എന്ന് അവരോട് ഞാൻ ചോദിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഇപ്പോഴാണെങ്കിൽ പോലും ഒരിക്കലും ഞാൻ അസസ്മെന്റ് പേഴ്സണലി എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ പോലും ലാസ്റ്റ് ബാച്ചസിൽ കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അതെന്തിനാ വെച്ച് കഴിഞ്ഞാല് എന്റെ സെഷനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. നമ്മള് ഇപ്പൊ എന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫില് അങ്ങനെയുള്ള ചില മൊമെന്റ്സ് വരും. നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കാൻ പറ്റാത്തൊരു അവസരം വരുന്നൊരു മൊമെന്റ്. ആ മൊമെന്റിൽ പോലും ഓക്കെ ഐ വോണ്ട് ടു ഡു ദിസ് എന്ന് പറയുന്ന ഒരു മൊമെന്റ് എത്തുമ്പോൾ യു ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്.
അത് തെറ്റോ ശരിയോ ആവോ, അല്ലെങ്കിൽ ഞാൻ കൊളാക്കി പോവോ എന്നൊന്നും കുറെ ചിന്തിക്കാതെ തന്നെ ആക്ഷൻസ് എടുത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ കുറെ മെസ്സേജസ് കാര്യങ്ങൾ ഞാൻ എന്തായാലും ജോയിൻ ചെയ്യണം അങ്ങനൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരെ മെസ്സേജ്. താങ്ക് യു സോ മച്ച് എവ്രി വൺ. ഇനി ജോയിൻ ചെയ്യണം കുറെ ആഗ്രഹിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇതെങ്ങനെ എന്താന്നൊക്കെ വീണ്ടും വീണ്ടും ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഓർക്ക് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, എങ്ങനത്തെ ഡയമെൻഷനിലുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ക്ലിയർ ചെയ്യാൻ നമ്മളെ ആൻസർ ആണ്. കാരണം വി ആർ വെരി കോൺഫിഡന്റ് അബൌട്ട് ദിസ് പ്രോഗ്രാം. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തല്ലേ ഈ 3 ദിവസം. അപ്പം ഇനിയും നമ്മൾ വരും ഇതുപോലെ ഫ്രീ കാര്യങ്ങളൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ബുധനാഴ്ചയും നമ്മൾ ഇപ്പൊ സാധാരണ രാത്രി ഉണ്ടാവില്ല, ഇപ്പം റമദാൻ ആയതുകൊണ്ട് രാവിലെയാണ് സെഷൻ ഉണ്ടാവുക. എല്ലാ ബുധനാഴ്ചയും ഫ്രീ സെഷൻസ് ആണ് നമ്മൾ ഫ്രീ സെഷൻസ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിലും വളരെ ഡീപ് ടോപ്പിക്സ് ആണ് ഇപ്പോഴൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും എല്ലാവരും അറ്റൻഡ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ മൈൻഡിനെയും നിങ്ങളെ ഹാർട്ടിനെയും നിങ്ങളെ സെൽഫിനെയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടേ ഇരിക്കാം. ഒരിക്കൽ ഞാന് ഇത് കേട്ടല്ലോ, ഇതന്നെ ഞാൻ വീണ്ടും വേറെ സ്ഥലത്ത് നിന്ന് പിന്നെയും കേൾക്കേണ്ട ആവശ്യം എന്തിനാ? അത് കെമിസ്ട്രി ക്ലാസ് ഒന്നും അല്ലേ ഇത്. ഇത് ഇടയ്ക്കിടയ്ക്ക് കേട്ടുന്നത് കൊണ്ടൊന്നും ആവുകയൊന്നും ചെയ്യില്ല. ഇത് കേൾക്കാന്നൊന്നും പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യം. പല ക്ലാസ്സസും നമ്മൾ കേട്ട് പഠിച്ച് ഇവിടെ ആരെങ്കിലും ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇന്നലൊക്കെ പറയുന്നുണ്ട്, ആരും എനിക്ക് കണ്ടിട്ടില്ല. നോട്ട് ചെയ്യുന്ന ഏതെങ്കിലും പോയിന്റ്സ് ഒക്കെ ഇരുന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് പറയുന്ന വാക്കുകൾ മൊത്തം ഇരുന്ന് എഴുതി നോക്കി ഇരുന്ന് എഴുതിട്ട് നോട്ട് ചെയ്തിരുന്ന് പഠിച്ച് പിന്നെ പിറ്റേ ദിവസം ഇതൊക്കെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണം, ഇതൊക്കെ അങ്ങനെയാണ് ഫാത്തിത്രി സിസ്റ്റംസ് പറഞ്ഞത് എന്നിട്ട് ആരെങ്കിലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാരും ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്ന് ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കണ്ണിപ്പൊ ഇങ്ങനെ പുറത്തേക്ക് വരും. എല്ലാവരും ക്യാമറയുടെ ഉള്ളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കുക. ആ കേൾക്കുന്ന ആ ഇരുത്തത്തിൽ തന്നെ ഉണ്ട് നിങ്ങൾ എത്ര നോട്ടിരുന്ന് എഴുതിയാൽ പോലും കിട്ടാത്ത കുറെ കാര്യങ്ങള്. ആ ക്യൂരിയോസിറ്റി മൈൻഡ് സെറ്റ് തന്നെയാണ് ആൻസർ. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇരിക്കുക, ആ ഒരു മൈൻഡ് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് തന്നെ പല കാര്യങ്ങളുണ്ട്. ബിക്കോസ് യു ആർ സീയിങ് യുവർ സെൽഫ് ആസ് മൈ വേർഡ്സ്. നമ്മളെ വേർഡ്സിലൂടെ, എന്റെ വേർഡ്സിലൂടെ, എന്റെ എന്താ പറയാ മെഡിറ്റേഷനിലൂടെ ഞാൻ നിങ്ങൾ മാത്രമാണ് കാണിച്ചു തരാൻ നോക്കിയിട്ടുള്ളത്. പല ആൾക്കാരും പല റിപ്ലൈസ് കാര്യങ്ങളും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോ പോലും ഞാൻ കാണുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഐ ജസ്റ്റ് ഷോൺ ദെയർ ഓൺ ബ്യൂട്ടി. നിങ്ങൾ ഇപ്പൊ എന്നിൽ എന്തെങ്കിലും ഒരു കാര്യം അഡ്മയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ ബ്യൂട്ടിയാണ്. നിങ്ങൾക്ക് ഫാത്തി ഭയങ്കര സംഭവം, മെഡിറ്റേഷൻ ഒക്കെ ഇതാണ്, അത് ഭയങ്കര സെഷനാണ്, അല്ലെങ്കിൽ ഫാത്തി ഭയങ്കര സംഭവമാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര സംഭവമായോണ്ടാ നിങ്ങൾക്ക് എന്നിനെ കാണണേ. ചിലവർ ഇവിടെ വന്നിട്ട് പണ്ടെന്താ പറയുന്നത് അത് ഇത് എന്നൊക്കെ വന്നിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഉള്ളിലെ റിഫ്ലക്ഷൻ തന്നെയാണ്. വാട്ട് എവർ യു സീൻ ഓൺ മീ അത് നിങ്ങളുടെ ഉള്ളിലെ റിഫ്ലക്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഭയങ്കര കോച്ചായി ഭയങ്കര സംഭവമായിട്ട് അഡ്മയർ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു കോച്ച് ആവാനുള്ള പോസിബിലിറ്റി നിങ്ങൾക്കും ഉണ്ട്. അല്ലെങ്കിൽ ഞാനൊരു നല്ലൊരു ഹ്യൂമൻ ആവാൻ നല്ല ലവ് ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഫീലിംഗ് ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉള്ളിലുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ എന്നിൽ നിന്നോ എന്റെ ടീമിൽ നിന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡിലേസോ കാര്യങ്ങളോ വന്ന് നമ്മളെയും എന്നെയും എന്റെ ടീമിൽ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഫീൽ ചെയ്തിട്ടുണ്ട്, വി ആർ റിയലി സോറി ഫോർ ദാറ്റ്. അപ്പൊ താങ്ക് യു സോ മച്ച് എവ്രി വൺ. ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ, അല്ലെങ്കിൽ ഇത് ഫൈനൽ ഡേ ആണല്ലോ, പിന്നെ സെഷന്റെ കാര്യങ്ങളാണെങ്കിൽ അത് ഹാർട്ടിനെ എങ്ങനെ നമ്മൾ വായിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയാതിരുന്നത് തന്നെയാണ്. കാരണം അത് ചില അറിവുകള് ഞാൻ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് സംഭവം. ചില കാര്യങ്ങള് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ നോട്ട് ഇരുന്ന് എഴുതി കഴിഞ്ഞാലൊന്നും ആ സാധനം കിട്ടൂല. അതേപോലെ പറഞ്ഞാലൊന്നും മനസ്സിലാക്കിപ്പിച്ച് തരാൻ പറ്റാത്തൊരു സാധനമാണ് ഈ പറഞ്ഞ സാധനം. ഇതൊക്കെ ഒരു ഫീലിങ്സ് ആണ്. അപ്പൊ എനിക്ക് എന്താ അത് ഫീൽ ചെയ്യാതെ? ജസ്റ്റ് വെയിറ്റ്, 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 സറണ്ടർ, വെയിറ്റ്. ഓക്കെ, എനിക്ക് ഹാർട്ടിനെ ഫീൽ ചെയ്യുന്നില്ല, എന്റെ ഹാർട്ട് പറയുന്നത് ഫീൽ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഇപ്പം ഞാന് ആരെയും എനിക്ക് ഇത് ചോദിച്ച ആള് പേഴ്സണലി അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, ഇത് ഈ ഗ്ലാസ് ഈ ഗ്ലാസ് എന്ന് വിചാരിച്ചു, ഇതൊരു കാലിയായ ഗ്ലാസ് എന്ന് വിചാരിച്ചു. ആ ഗ്ലാസ്സിൽ മുഴുവൻ അവിടെ ഇവിടെ ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറ്റിപ്പിടിച്ച് കിടക്കാന്ന് വിചാരിച്ചോ. അപ്പം ആ ഗ്ലാസ്സിലെ എന്ത് സാധനം നല്ല കാര്യങ്ങൾ വെച്ചാലും അത് കുടിക്കുമ്പോ പറ്റിപ്പിടിച്ച സാധനത്തിന്റെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാം. അതേപോലെ ആ ഗ്ലാസ്സില് ഇപ്പം ഞാൻ ഇവിടെ ഈ ക്യാമറ ഈ ലെൻസിൽ പല കാര്യങ്ങളും ഇങ്ങനെ പറ്റി പിടിച്ചിട്ടാന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഇതാണ് ശരിയായ ഉദാഹരണം പറഞ്ഞത്. നിങ്ങൾക്ക് എന്റെ ഒരു ക്യാമറയിൽ ഇവിടെയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം വന്നിട്ട് പറ്റി നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് എന്റെ വിഷ്വൽ അത്ര ക്ലിയർ ആയിട്ട് കാണൂല. ഓക്കെ, അത്ര അത്ര ഇതായിട്ട് കാണൂല. ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ ഉറക്കണം.
ആ ഒരക്കുന്ന സമയത്ത് ചിലപ്പോ ആ ക്യാമറക്ക് വേറെ എടുക്കുന്നുണ്ടാവായിരിക്കും. ഓക്കെ, ആ ഒരക്കാൻ അറിയുന്ന നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൈകൾ വെച്ചിട്ട് തന്നെ അത് ഒരുക്കും വേണം. ഓക്കെ, ആ സ്മൂത്ത് ആയിട്ടുള്ള കൈകൾ എവിടെ ഉണ്ടെന്ന് നിങ്ങൾ തേടി പോവും വേണം. ഓക്കെ, അത് ഒരയ്ക്കുന്ന സമയത്ത് അത് ഒരക്കാനുള്ള അത് തുടക്കാനുള്ള ഒരു കൈകൾ നിങ്ങൾ തേടി പോവും വേണം. നിങ്ങൾ അത് തുടച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ ക്ലിയർ ആൻഡ് വിഷ്വൽ നല്ല ബ്യൂട്ടി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതേപോലെ തന്നെ നമ്മളെ ഹാർട്ടിന്റെ കേസും. ഹാർട്ട് പെട്ടെന്ന് ഫീൽ ചെയ്യാണെന്ന് പറയുമ്പോൾ ഇത്രയും കാലം നമ്മൾ ഹാർട്ടിനെ ഫീൽ ചെയ്യാത്ത ഒരാള് പെട്ടെന്ന് ഹാർട്ടിനെ ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ, ഇനിയിപ്പോ ഞാൻ കുറെ 2 വർഷമായി മെഡിറ്റേഷൻ ചെയ്യുന്നു. ഓക്കെ, ഏത് മെത്തേഡിൽ നിന്ന് ചെയ്യുന്നു, ഏത് വഴിയിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്നു, ഇനി ചെയ്തു. ഓക്കെ, 2 വർഷം അത് കുറെ സമയമല്ലല്ലോ, കുറെ ഇപ്പോഴും ജീവിച്ചോണ്ടിരിക്കുന്നു, ചെയ്തോണ്ടിരിക്കാം. നമ്മളെ ഹാർട്ടിനെ കേൾക്കാനും നമ്മളെ കാണാനാണല്ലോ ഇത്രയും കാലം ജീവിച്ചോണ്ടിരിക്കണേ. അപ്പൊ ചെയ്തോണ്ടിരുന്നോ, വെയിറ്റ് ചെയ്തോണ്ടിരുന്നോ, നല്ല കാര്യങ്ങൾ. ഇപ്പൊ ഹാർട്ട് എന്നൊക്കെ പറയുന്നത് കുറെ ഡയമെൻഷനിലുള്ള, ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാണ്. മേ ബി ആ ഹാർട്ട് കാര്യങ്ങളിലൊക്കെ നമ്മുടെ മൈൻഡിലൊക്കെ പല കാര്യങ്ങളൊക്കെ കയറി കൂടി ചില സാധനങ്ങൾ അതൊന്ന് എടുത്തുനിന്ന് റൈറ്റ് ഹാൻഡിലേക്ക് കൊണ്ടുപോയി അതൊന്ന് കറക്റ്റ് എടുത്ത് കളയുന്ന സമയത്ത് ശരിക്കും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഞാൻ എന്റെ കാര്യം തന്നെ പറയാം. പണ്ടൊക്കെ എനിക്ക് ഇന്നർ വോയിസ് ഗൈഡഡ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് തേങ്ങ എനിക്ക് നടക്കില്ലുണ്ടായിട്ടില്ല. പണ്ടൊക്കെ എന്റെ ട്രെയിനിങ്ങിന്റെ ഒക്കെ സമയത്ത് നല്ല പോലെ രാവിലെ മെഡിറ്റേഷൻ ചെയ്തെന്ന് കളവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുക. കാരണം എന്റെ ട്രെയിനിങ് പീരീഡിന്റെ സമയത്ത് രാവിലെ 6 മണിക്ക് സെഷൻ തുടങ്ങും. അപ്പൊ ഈ 5 മണിക്ക് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യണേ. എനിക്ക് പറ്റേച്ചില്ല രാവിലെ എണീച്ച് മെഡിറ്റേഷൻ ചെയ്യാന്നൊക്കെ പറയുന്നത്. ഞാൻ അറിയാം മെഡിറ്റേഷൻ ചെയ്ത്, കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ ആ മെഡിറ്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതേ സാധനം ഞാൻ ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഹാർട്ടിന്റെ കേസിലേക്ക് വരുന്ന സമയത്തും. ഹാർട്ടിനെ കാണണമെങ്കിൽ ആ ഹാർട്ടിന്റെ ആർട്ട് ക്രിയേറ്റ് ചെയ്ത ആളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്യുമ്പം ആ ആർട്ട് നമ്മളെ ഹാർട്ടിലേക്ക് എത്തും. ഓക്കെ, അല്ലെങ്കിൽ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ആക്കിയാൽ മതി. അപ്പൊ അത് ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് പ്രോപ്പർ ഗൈഡൻസിലൂടെ പോകുമ്പോ കാണാൻ പറ്റും മോളെ. വേറെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, റൈറ്റ് ആയിട്ടുള്ള ഗൈഡ്, റൈറ്റ് ആയിട്ടുള്ള മെന്റർ വിൽ ഷോ യു ദ റൈറ്റ് ഹാർട്ട്. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നത് ആ ചോദ്യം ചോദിച്ചപ്പോ. റൈറ്റ് ഹാൻഡ്സ്, റൈറ്റ് ഗൈഡ്, റൈറ്റ് പാത്ത്, റൈറ്റ് മെന്റർ ഷോസ് യു ദ റൈറ്റ് ഹാർട്ട്. റൈറ്റ് ഹാർട്ട് എന്ന് ഞാൻ പറയാൻ കാരണം, റൈറ്റ് അല്ലാത്ത റോങ് ആയിട്ട് ഹാർട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും അതൊന്നും നിങ്ങളെ ഹാർട്ടിൽ നിന്ന് ഒന്നിയൊന്നല്ല. അപ്പൊ നമ്മൾ വിശ്വസിക്കുകയാണ് ഇത് ഹാർട്ടിൽ നിന്നാണ്, പക്ഷെ പലതും ഹാർട്ടിൽ നിന്നായിരിക്കില്ല. അപ്പൊ റൈറ്റ് ആയിട്ടുള്ള കൈകളിലേക്ക് നിങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുക. അവർ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തന്നോളും നിങ്ങളെ ഹൃദയത്തിന്റെ ബ്യൂട്ടി. അത് എക്സ്പീരിയൻസ് ചെയ്ത പല ആൾക്കാരും ഉണ്ട്. അത് കുറെ നീട്ടി വലിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു സാധനമായോണ്ട് ഞാൻ ഇങ്ങനെ പറയാം. അപ്പം ഐ ഹോപ്പ് ഓക്കെ, ഞാൻ ചാറ്റ് ബോക്സ് ഒന്ന് വായിക്കാം. അതിന്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്കുള്ള ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ പറയാം. അതിൽ ചാറ്റ് ബോക്സിലുള്ള കാര്യങ്ങൾ ആൻസർ പറയേണ്ടതാണെങ്കിൽ ഞാൻ വീണ്ടും പറയാം. ഇപ്പൊ എന്ത് ചെയ്യാം, എല്ലാ ദിവസവും ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ എന്തായാലും നിങ്ങളെ ഫീഡ്ബാക്സ് കാര്യങ്ങൾ റെസ്പോൺസ് ഒക്കെ എന്തായാലും അഡ്രസ് ചെയ്ത് പറയാം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ മെഡി റൂട്ടിൽ ജോയിൻ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ മെന്റേഴ്സിനെ കണക്ട് ചെയ്താൽ മതി, അവർ പറഞ്ഞുതരും. So I hope everyone is happy, satisfied with this. I hope. അല്ലാത്തവർ ഉണ്ടെന്നാണെങ്കിൽ കുഴപ്പമില്ല, ടൈം എടുത്തു നിങ്ങൾക്ക് കത്തിക്കോളൂ. ഓക്കെ, ഇവിടെ നടന്നിട്ടുള്ള എല്ലാ റൈറ്റ് ആയിട്ടുള്ള മെത്തേഡിലാന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ റൈറ്റ് ആയിട്ടുള്ള, പക്ഷെ നിങ്ങളെ മൈൻഡ് ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇറിറ്റേഷൻ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ സമയം എടുക്കും നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തുള്ള. വി ക്യാൻ സീ മൈ ഡിയർ. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ടൈമാണ്, നിങ്ങളുടെ മാത്രം ടൈമാണ്. എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യുക, നിങ്ങൾ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ അറിയിക്കാം. സോ over to you, Shada. Thank you so much everyone for joining. I'm wishing you a very, very, very beautiful and bright future and bright life and a great day. Thank you so much. Over to you, Shada. താങ്ക് യു സോ മച്ച് ഫാത്തിമ. അപ്പോ ഇനി നിങ്ങൾക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സും കാര്യങ്ങളും ഇത്രയും 3 ദിവസമൊക്കെ ജോയിൻ ചെയ്ത് അവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയ ടൈപ്പ് വേഴ്സ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പൊ ഷെയർ ചെയ്യാം. ആരും ഷെയർ ചെയ്യാതെ പോവരുത്. നമുക്ക് കിട്ടിയ ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് അതിന് എന്തെങ്കിലും ഒന്ന് ടേക്ക് അവേ എടുക്കാൻ പറ്റിയ അവിടെ എത്രത്തോളം നമ്മൾ ബ്ലെസ്ഡ് ആണ്. അപ്പൊ ഷെയർ ചെയ്യാനുള്ള എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഹർഷിത, Hello. ഹലോ, യു ക്യാൻ സ്പീക്ക്. Uh,
ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഞാന് വലിയ ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടിയൊന്നല്ല ഞാൻ ഈ ഒരു സെഷനിലേക്ക് കയറിയത്. ഫസ്റ്റ് അതിന്റെ കമ്പ്ലീറ്റ് ചെയ്ത കേട്ടോ, അപ്പൊ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. പിന്നെ ഞാൻ ഒരിക്കലും മറക്കൂല ഈ ഒരു സെഷന്റെ ഫസ്റ്റ് സെഷൻ. ഇന്നലെ എന്റെ കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇന്നലത്തെ ഒന്ന് ക്യാൻസൽ ചെയ്യണം, അതെനിക്ക് ഒന്നും കൂടി റെക്കോർഡ് കാണേണ്ടി വരും. പിന്നെ ഇന്നും ഫസ്റ്റ് ഡേ എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. ഇന്നത്തെ മെഡിറ്റേഷൻ എനിക്ക് ഞാൻ എന്താ ട്രൂലി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല എനിക്ക് ഇന്ന് കിട്ടിയത്. കാരണം ഞാൻ മുന്നേ ആ ഒരു മെഡിറ്റേഷനിലൂടെ പോയോണ്ടാണോ എന്നറിയില്ല. അപ്പൊ ആ ഇമ്പാക്ട് ആയത് എനിക്ക് കിട്ടിയത്. പക്ഷെ ഫസ്റ്റ് ഡേ ഞാൻ ഫീൽ ചെയ്തത് മാത്രമല്ല, കംപ്ലീറ്റ് സെഷനിലും എനിക്ക് വേണ്ടതായിട്ടുള്ള ആൻസേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവള് ഇന്നുണ്ടായ ആഫ്റ്റർ മെഡിറ്റേഷനിലായ സെഷൻസിലൂടെയും എന്നെ മൂവ് ഓൺ ചെയ്യിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവള് ഇന്നലത്തത് മിസ്സായത് ഞാൻ ഇപ്പോഴും എന്റെ മനസ്സ് എന്നോട് പറയുന്നത് അത് വേറെന്തോ റീസണിന് വേണ്ടിയിട്ടാണ് എനിക്കത് മിസ്സായി പോയത്. കാരണം ഞാൻ വളരെ എക്സ്പെക്ടേഷനോടെയാണ് വന്നിരുന്നത്. ഞാൻ ഓണാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് മോള് വന്നത്. മോൾക്ക് സുഖമില്ലാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഞാൻ ഓണാക്കിയിട്ട് മോളോടെ കടന്നവിടെ ഉറങ്ങിപ്പോവാണ് ചെയ്തത്. അപ്പം അത് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് സത്യം പറഞ്ഞാല്. അപ്പം മൂന്നും കൂടി കമ്പൈൻ ചെയ്യുമ്പം ഐ ഫീൽ ലൈക്ക് എനിക്ക് എന്തോ ഒരു വലിയ നിധി കിട്ടിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താ പറയാ, വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിനു മുന്നേ ഹുസ്നാന്റെ സെഷൻസും എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്ത് ഓരോന്നും എനിക്ക് ഓരോ ടേണിംഗ് ആയിരുന്നു. അപ്പം ഇപ്പൊ ഫാത്തിമാനെ ഞാൻ പോലും അറിയാതെ ഫാത്തിമാന്റെ അടുത്തേക്ക് എത്തിയതും ഇപ്പം ഈ ക്ലാസ് എനിക്ക് എങ്ങനെയും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ആളായിരുന്നു. അപ്പം അതായത് ലൈവായിട്ട്. അപ്പൊ ഇന്ന് ഈ 3 സെഷൻസിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വന്നിരുന്നതും അതിന് കിട്ടിയ ഓരോ കാര്യങ്ങളും എന്റെ ലൈഫിൽ ഉറപ്പായിട്ടും ഓരോ ടേണിങ് തന്നെയാണ്. അപ്പം ഫ്രീ ആയിട്ട് തരാൻ തോന്നിയതിൽ ഫാത്തിമാക്കും ആ ഒരു ടീമിന് ഫുള്ളും താങ്ക് യു സോ മച്ച്. ആൻഡ് എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ളൊരു റിഫ്ലക്ഷൻ ആയിരുന്നു. ആൻഡ് ഓരോ ടാസ്കും ഭയങ്കര അടിപൊളിയായിരുന്നു. പേഴ്സണലി ഐ ഫീൽ ലൈക്ക് സോ ഹാപ്പി. കാരണം ഒരുപാട് ഓരോ ടാസ്കിലൂടെയും ഓരോ ഇൻടേക്ക് കിട്ടിയ പോലുള്ള ഫീൽ ഉണ്ടായിരുന്നു. ആസ് എ പേഴ്സൺ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ 3 സെഷനും. 3 രീതിയിലായിരുന്നു, ഒരേപോലെ ആയിരുന്നില്ല. 3 ഡിഫറെന്റ് രീതിയിലായിരുന്നു എനിക്ക് ഓരോ ഇൻടേക്കും കിട്ടിയത്. താങ്ക് യു ഫാത്തിമ ആൻഡ് ദാറ്റ് ഹോൾ ടീം. താങ്ക് യു സോ മച്ച് അർഷിത അമ്മ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എല്ലാവരും ടാസ്ക് ഒക്കെ ചെയ്യാം. ഇപ്പോ നിങ്ങൾക്ക് എന്തോ നിധി കിട്ടിയ പോലെ ഫീൽ എന്നൊക്കെ പറഞ്ഞല്ലോ. ചിലപ്പോ നിങ്ങളെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കാം ഈ 3 ദിവസം. അപ്പൊ അതില് കണ്ടിന്യൂസ് ചെയ്ത് പോവണമെങ്കിൽ നമ്മൾ അതിൽ സ്റ്റെക്ക് ചെയ്ത. അപ്പൊ എന്റെ ലൈഫ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇവിടെ എത്തിച്ചേർന്ന ഒരാളാ. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പെട്ടെന്ന് ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ ഈ 7 ഡേയ്സ് ഫ്രീ സെഷൻ ഉണ്ടായിരുന്നു. അവനിലെ അവസാനത്തെ 2 ദിവസം മാത്രമേ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അവിടെ എനിക്ക് എന്തോ കിട്ടിയിട്ട് ഞാൻ ജോയിൻ ചെയ്തതാ. ആ ടൈമിൽ എന്റെ ലൈഫിൽ പല പ്രശ്നങ്ങളും നടക്കാണ്. എന്റെ ലൈഫ് എന്ന് പറയുമ്പോൾ എന്നോട് എന്റെ കോഴ്സ് നിർത്തി പോവാൻ വരെ എല്ലാ ടീച്ചേഴ്സും റൗണ്ട് ഇട്ട് പറഞ്ഞിട്ടും ഈ ഒരു സെഷൻ കൊണ്ട് മാത്രമായിരിക്കും ഞാനിപ്പോ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. കാരണം എല്ലാവരും എന്റെ ടീച്ചേഴ്സ് മൊത്തം എന്നെ റൗണ്ട് ഇട്ട് നിർത്തി പൊയ്ക്കോന്ന് പറഞ്ഞെടുത്തു. ഇന്ന് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ആ ടീച്ചേഴ്സിന്റെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുമ്പോ ഐ ഫീൽ വെരി പ്രൗഡ്. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റീസൺ മെഡിയോ റൂട്ടീൻ തന്നെയാണ്. അത് ഞാൻ 100% പറയും. ഇന്ന് ആ ടീച്ചേഴ്സിന്റെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ ശരിക്കും അവരെടുത്ത്
എനിക്ക് അവരോട് വാശിയോ ദേഷ്യമോ ഒന്നുമില്ല. ഞാൻ ആ പ്രോസസ്സിലൂടെ പോയി, എനിക്ക് കിട്ടി, എന്റെ ലൈഫ് ചേഞ്ച് ആയി. ഇന്ന് അവരെ മുമ്പിലൊക്കെ അഭിമാനത്തോടെ ഞാൻ നിൽക്കുക. അവരും എന്റെ അഭിമാനത്തോടെ. കാരണം ഞാൻ ഏതോ ഒരു വേയിലൂടെ പോകുന്നു, എന്തോ സംഭവിക്കുന്നു, പെട്ടെന്ന് നമുക്കൊരു ചേഞ്ച് ഉണ്ടാവുമ്പോ എല്ലാവരും നമ്മൾ നോട്ടീസ് ചെയ്യില്ലേ? അതേപോലെ ആയിരുന്നു. അപ്പൊ എന്തോ ഒരു സ്പാർക്ക് അടിച്ചപ്പോ, ഒരു 2 days കൊണ്ട് എന്തോ ഒരു സ്പാർക്ക് അടിച്ചപ്പോ ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ എത്തി നിൽക്കുന്ന. അതാ പറഞ്ഞത്, നമ്മൾ എല്ലാവരും ചൂസനാണ്. ഗ്രൂപ്പിൽ ഇത്രയും പേരുണ്ടായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂസനാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് നമുക്ക് എല്ലാവർക്കും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ നമ്മുടെ നെക്സ്റ്റ് മീഡിയ റൂട്ടീൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ ആണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെന്റേഴ്സിനെ അഡ്മിൻസിനെ കണക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോ എല്ലാവരും നന്നായിട്ട് ഈ ഒരു 3 days നിന്ന പോലെ ആ എനർജി വൈബ്രേഷൻ കീപ്പ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ജോയിനിങ്. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സെഷൻ. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് എന്താ പറയാ ഇങ്ങനൊരു മെഡിറ്റേഷൻ ചെയ്യുന്നതും. എനിക്കറിയില്ല എങ്ങനെയാ മെഡിറ്റേഷൻ ഉണ്ടാവുക, എങ്ങനെയാ അത് പോവാന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഡേ കയറിയത്. അപ്പൊ അന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഫാത്തിമന്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അത്രയും അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്നലത്തെ സെഷൻ ഞാൻ കുറച്ച് സ്ലീപ്പി ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ ഒന്നുകൂടി റെക്കോർഡഡ് ക്ലാസ് കേൾക്കുന്നുണ്ട്. ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയാ, ഭയങ്കര ലൈക്ക് ഇന്ന് ഞാനിങ്ങനെ സെഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നമ്മുടെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കരയായിരുന്നു. എന്താ പറയാ, ലൈക്ക് നമുക്ക് നമ്മളെപ്പോഴും ഭയങ്കരമായിട്ട് പാരൻസുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഉമ്മാന്റെ അടുത്താണ് ഷെയർ ആക്കല്. പക്ഷെ അത്രത്തോളം ഞാൻ ഉമ്മാന്റെ അടുത്തൊക്കെ നല്ലോണം ദേഷ്യപ്പെടുകയും, നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയല്ലേ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവുക, ആ ഒരു രീതിയിൽ ഞാൻ എപ്പോഴും ഓരോരുത്താണ് കൂടുതൽ ദേഷ്യപ്പെടുകയും ചെയ്യുക. അപ്പം ഞാനിങ്ങനെ ദേഷ്യപ്പെടുന്നൊക്കെ ഞാനിങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ചിട്ട് ഭയങ്കര ഭയങ്കര സങ്കടം ഉണ്ടായി. ഏറ്റവും കമ്പനി ഓരോരുത്തർ തന്നെയാണ്, പക്ഷെ ഏറ്റവും ദേഷ്യപ്പെടുന്നത് ഓരോരുത്തർ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എടുക്കാൻ പറയലുണ്ട് ഓരോരുത്തർ, ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാര്യങ്ങളായത് കൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത്, പിന്നെ നിങ്ങളെന്നെ വിഷമിപ്പിക്കുന്നതൊക്കെ ചോദിക്കലുണ്ട്. പക്ഷെങ്കിൽ എന്നാലും നമ്മൾ ശരിക്കും അങ്ങനെ പാരന്റ്സിന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ പാടില്ല. എന്നാലും ഞാൻ അത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. പിന്നെ എന്താ പറയാ, ഓവറോൾ ഫുൾ സെഷൻ നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെന്താ, അത്രയും തന്നെ ഈ മൊത്തം ടീമിന്റെ അടുത്തും ഫാത്തിമന്റെ അടുത്തും ഭയങ്കര താങ്ക്സ് ഉണ്ട് ഈ ഒരു സെഷൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തതിൽ. അതൊരു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു സെഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര എന്താ പറയാ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മുബഷിറ മാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയത് 5,000 വർത്ത് ഉള്ള ഒരു പ്രോഗ്രാം ആണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 3 days എക്സ്പീരിയൻസ് ചെയ്തത്. അതിന്റെ വർത്ത് എന്ന് പറഞ്ഞാൽ 5,000 ഒന്നും അല്ല. അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്ന് നിലക്ക് പറഞ്ഞാൽ അതിന്റെ വർത്ത് ഒരിക്കലും 5,000 അല്ല, അതിനേക്കാളും അപ്പുറമാണ്. അപ്പോ അത് നിങ്ങൾക്ക് ഇനിയും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെന്റേഴ്സിനെ കണക്ട് ചെയ്താൽ മതി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സോ താങ്ക് യു സോ മച്ച് ഫോർ എവരി വൺ ഫോർ ജോയിനിങ്. അപ്പോ ഇനിയും നമുക്ക് കാണാം. അപ്പോ എന്നത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പോ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ ടു ഓൾ. ബൈ ബൈ.